بسم الله الرحمن الرحيم والذين اجتنبوا الطاغوت أن يعبدوها وأنابوا إلى الله لهم البشرى فبشر عبادي الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب. ദുർമൂർത്തിയെ ആരാധിക്കുന്നത് വർജിക്കുകയും അല്ലാഹുവിലേക്ക് വിനയത്തോടെ മടങ്ങുകയും ചെയ്തവരാരോ അവർക്കാണ് സന്തോഷവാർത്ത. അതിനാൽ എന്റെ ദാസന്മാർക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക. അതായത് വാക്ക് ശ്രദ്ധിച്ചു കേൾക്കുകയും അതിൽ ഏറ്റവും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്നവർക്ക്. അക്കൂട്ടർക്കാകുന്നു അല്ലാഹു മാർഗദർശനം നൽകിയിട്ടുള്ളത്. അവർ തന്നെയാകുന്നു ബുദ്ധിമാന്മാർ. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅ റുശ്ദഹു. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. وإذا أخذنا من النبيين ميثاقهم ومنك ومن نوح وإبراهيم وموسى وعيسى وأخذنا منهم ميثاقا غليظا. സഹോദരന്മാരെ, സദസ്യരെ, ശ്രോതാക്കളെ, സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുവിന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായ ദാസികളായി വർത്തിക്കാൻ ഞാൻ അടക്കമുള്ള നാം സദാ പാടുപെടുക. അല്ലാഹു അതിന് നമുക്ക് ഇവർക്ക് തൗഫീഖ് നൽകട്ടെ. വിശുദ്ധ ഭൂമിയിൽ താമസിക്കുന്നവർ പ്രത്യേകിച്ച് ആ ഭൂമിയുടെ ബഹുമതിയും ബഹുമാനവും പരിഗണിച്ച് താമസിക്കാൻ ശ്രദ്ധ ചെലുത്തുക. അല്ലാഹു സഹായിക്കട്ടെ. കേൾക്കുന്ന ഉപദേശങ്ങൾ കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പകർത്താനും ശ്രദ്ധ ചെലുത്തുക. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദര സഹോദരിമാരെ, നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുല്യ വ്യക്തിത്വം എന്ന ഉപമയില്ലാത്ത അതുല്യ വ്യക്തിത്വം എന്ന വിഷയമാണല്ലോ നാം ഇന്ന് ചർച്ച ചെയ്യാൻ തീരുമാനിച്ചത്, പരസ്യം ചെയ്തതും. വളരെ വിശാലമായി ചർച്ച ചെയ്യേണ്ടതായ ഒരു വിഷയമാണ്. സബ്ജക്റ്റ് നിങ്ങൾ ഉൻവാന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കി കാണും. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകം കണ്ട മനുഷ്യത്വത്തിൽ ഏറ്റവും ഉയർന്ന പദവി കരഗതമാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകിയതായ ഒരു വ്യക്തിത്വമാണ്. നിഷ്പക്ഷ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്ന എല്ലാവരുടെയും വീക്ഷണത്തിൽ ആ രൂപത്തിൽ തന്നെയാണ് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു നമുക്ക് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പരിചയപ്പെടുത്തിയതും. വകാന ഫദ്ലുല്ലാഹി അലൈക അളീമ. അല്ലാഹുവിന്റെ ഫദ്ല് നിങ്ങളുടെ മേലിൽ വളരെ വലുതാണ് എന്ന് അല്ലാഹു തന്നെ ഖുർആനിൽ വിശേഷിപ്പിച്ച ഒരു മഹാവ്യക്തിത്വമാണല്ലോ. വറഫഅനാ ലക ദിക്റക് എന്ന് മാത്രമല്ല, നബിയുടെ സ്മരണ, നബിയെക്കുറിച്ചുള്ളതായ പ്രശംസകൾ അത് അല്ലാഹു ഉയർത്തി ഉയർത്തി വാഴ്ത്തിക്കൊണ്ടേയിരിക്കും എന്നും അല്ലാഹു ഏറ്റെടുത്തതായ ഭാഗമാണ്. അങ്ങനെയുള്ള ഒരു മഹാവ്യക്തിത്വത്തെക്കുറിച്ച് നാം സംസാരിക്കുമ്പോൾ അതിന് നൽകേണ്ടതായ അവകാശം നൽകാൻ പറ്റുകയില്ല എന്നത് പറഞ്ഞറിയിക്കേണ്ടതില്ല. ഒരു രാത്രിയിലൂടെ പോകട്ടെ, ഈ സാധുവിന്റെ ചെറിയ ഇൽമനുസരിച്ച് ഇവിടെ ഇതേ ക്ലാസ്സിൽ അഥവാ മദീനയിൽ നടക്കാറുള്ള ഈ സാധുവിന്റെ ഫാമിലി ക്ലാസ്സിൽ 12 വർഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സീറയുടെ ഒരവസരത്തിൽ ചർച്ച ചെയ്തത്. എന്നിട്ടും വിഷയം തീർന്നത് കൊണ്ടല്ല, നബിമാരുടെ ഹിസ്റ്ററി, ഖസസുൻ നബിയീൻ നമുക്ക് പറയണമല്ലോ എന്ന് സദസ്യർ പറഞ്ഞപ്പോൾ അത് കാരണത്താൽ വിഷയം മാറ്റിയതാണ്. അത്രയും നീണ്ട കാലം ചർച്ച ചെയ്തിരുന്ന ഒരു സബ്ജക്റ്റാണ് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതായ വിഷയം സീറ. അതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ നാം ഒരു ലൈഖായ ജാനിബാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. അവരുടെ ആ അതുല്യ വ്യക്തിത്വം തുറിച്ച് കാണുന്നത്, അത് അവരുടെ ജീവിതത്തിന്റെ എല്ലാ തുറകളിലും കാണുന്നതായ ഭാഗമാണ്. വിശുദ്ധ ഫുർഖാൻ അളീമിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ച ഭാഗം وإذ أخذ الله ميثاق النبيين لما آتيتكم من كتاب وحكمة ثم جاءكم رسول مصدق لما معكم لتؤمنن به ولتنصرنه قال أقررتم وأخذتم على ذلكم إصري قالوا أقررنا قال فاشهدوا وأنا معكم من الشاهدين എന്ന ആയത്തും നാം ഇപ്പോൾ ചർച്ച ചെയ്യുന്ന വിഷയത്തെ ഊന്നി പറയുന്നതായ ഭാഗമാണ്.
നാം ഇപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് ആഴത്തിൽ ഇറങ്ങുന്നതിന് മുമ്പായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഏത് രൂപത്തിലാണ് നമുക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പ്രത്യേകതയെ പരിചയപ്പെടുത്തി തരുന്നതും അവരുമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നടത്തിയതായ ആ നബിമാരോട് അല്ലാഹു നടത്തിയതായ കരാറിനെ കുറിച്ച് പറയുന്നതൊക്കെ നാം മനസ്സിലാക്കുമ്പോൾ അല്ലാഹു അത്രയും പ്രാധാന്യം നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹിക്ക് നൽകിയിട്ടുണ്ട് എന്നത് അതിലൂടെ നമുക്ക് നൽകുന്നതായ ഒരു മെസ്സേജാണ്. വാസ്തവത്തിൽ അല്ലാഹു നബിമാരോടെല്ലാം ആദം അലൈഹിസ്സലാമിന്റെ കാലഘട്ടം മുതൽ 1,24,000-ഓളം നബിമാർ ഇവിടെ വന്നിട്ടുണ്ട് എന്നാണല്ലോ നാം മനസ്സിലാക്കി വരുന്നത്, പഠിച്ചു വരുന്നതും. മഹാനായ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റിപ്പോർട്ട് ചെയ്യുന്നതായ ഹദീസിലൂടെ സ്ഥിരീകരിക്കപ്പെട്ട ഭാഗമാണത്. അങ്ങനെയുള്ള ആ 1,00,000-പരം നബിമാരോടെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടമ്പടി ചെയ്തു, മീസാഖ് നടത്തി. ലമാ ആതൈതുകും മിൻ കിതാബിൻ വ ഹിക്മ, നിങ്ങളുടെ ആരുടെയും കാലഘട്ടങ്ങളിൽ ഒരു ഗ്രന്ഥവുമായി ഹിക്മത്തുമായി നിങ്ങളുടെ അടുക്കലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് നൽകുന്നതായ കിതാബുകളും ഹിക്മത്തും നൽകുന്നതോടൊപ്പം ലഭിക്കുന്നതോടൊപ്പം ആ ലഭിച്ചതോടൊപ്പം നിങ്ങൾ മനസ്സിലാക്കണം, ഇത് നിങ്ങളിൽ മാത്രം പരിമിതമല്ല. നിങ്ങൾ ഇത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക എന്നത് ബാധ്യത ശരിയാണ്. പക്ഷേ അതേ സമയത്ത് സുമ്മ ജാഅക്കും റസൂലുൻ, നിങ്ങൾക്കൊരു ദൂതർ വന്നു കഴിഞ്ഞാൽ ഈ ദൂതർ വരിക എന്നത് അത് അള്ളാഹുവിന്റെ തീരുമാനമനുസരിച്ചിട്ട് അന്ത്യനാളിൽ വരുന്നതായ അവസാനത്തെ ദൂതരെ കുറിച്ചാണ് സൂചന. എന്നാൽ ഇവിടെ ആ നബിമാരോടെല്ലാം അള്ളാഹ് ഉടമ്പടി നൽകുന്നത് നിങ്ങളുടെ കാലഘട്ടത്തിലാണ് ആ നബി വരുന്നതെങ്കിൽ എന്ന രൂപത്തിലാണ്. കാരണം അതിന് റസൂലുള്ള വിശദീകരണം നൽകുന്നതായ ഹദീസ് കൂടി ചേർത്ത് മനസ്സിലാക്കിയാൽ അതിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഈ രൂപത്തിലുള്ള തഫ്സീർ. അതെന്താണ്? ലൗ കാന മൂസ ഹയ്യൻ ലമാ വസിഅഹു ഇല്ല ഇത്തിബാഇ, മൂസ ഞാൻ വരുന്ന കാലഘട്ടത്തിൽ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ലമാ വസിഅഹു ഇല്ല ഇത്തിബാഇ, അദ്ദേഹത്തിന് തൗറാത്ത് കൂട്ടിവെച്ച് എന്റെ ബേക്കിൽ അണിനിരക്കല്ലാതെ നിർവാഹമില്ല എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വചനം. അതാണ് ഇവിടെ അള്ളാഹു സൂചിപ്പിക്കുന്നത്. നിങ്ങൾ നബിമാരോട് അള്ളാഹ് പറയുകയാണ്, അവരോട് നടത്തിയതായ മീസാഖാണ്, അവരിൽ നിന്നിട്ട് വാങ്ങിയതായ ഉടമ്പടിയാണ്. നിങ്ങളുടെ കാലഘട്ടത്തിൽ റസൂൽ വരികയാണെങ്കിൽ എന്ത് വേണം? ലതുഅ്മിനുന്ന ബിഹി, ആ നബിയെ കൊണ്ട് നിങ്ങൾ വിശ്വസിക്കുക തന്നെ വേണം. നിങ്ങളുടെ ബാധ്യതയാണ് ആ നബിയുടെ ബേക്കിലാണ് നിരക്കുക. വലതൻസുറുന്ന, നിങ്ങൾ ആ നബിയെ സഹായിക്കുകയും വേണം. അഥവാ ആ നബി പോരാടുകയാണെങ്കിൽ, ആ നബി ശത്രുക്കളോട് പോരാടുകയാണെങ്കിൽ അതിലെല്ലാം നിങ്ങൾ എന്ത് വേണം? പങ്കെടുക്കുകയും വേണം, സഹായിക്കുകയും വേണം. വലതൻസുറുന്ന, എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് നിങ്ങൾ ഇതിന് തയ്യാറാണോ എന്ന് ചോദിക്കുകയും അവർ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ ഫഷ്ഹദൂ, നിങ്ങൾ സാക്ഷി നിൽക്കുക, തയ്യാറാണെന്ന് പറഞ്ഞതിന് വഅന മഅകും മിനശ് ഷാഹിദീൻ, ഞാൻ നിങ്ങളോടൊപ്പം ഇതാ സാക്ഷി നിൽക്കുകയും ചെയ്യുന്നു. അപ്പോൾ എത്ര വലിയ എഗ്രിമെന്റ് ആണ് അല്ലാഹുവിന്റെ റസൂലിന്റെ വരവേൽപ്പിനെ കുറിച്ച് നബിമാരോട് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു നൽകിയത് എന്നത് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പുകഴ്ത്താനും വാഴ്ത്താനും തീരുമാനിച്ച ശൈലി പറഞ്ഞപ്പോൾ ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരുന്നതിന് മുമ്പ് തന്നെ ആരുടെയും ഒരു കാലഘട്ടത്തിൽ ആ റസൂൽ വരികയാണെങ്കിൽ അവരുടെ ശരീഅത്ത് ക്യാൻസലായി. എന്നിട്ടോ റസൂല് കൊണ്ടുവരുന്നതായ ശരീഅത്ത് അതാണ് പിന്നെ അവിടെ നടപ്പാക്കേണ്ടത് എന്ന് എല്ലാവരോടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉടമ്പടി വാങ്ങിയിരുന്നു. ഞാൻ നേരത്തെ ഓതി കൽപ്പിച്ച ആയത്തിലും അല്ലാഹു പറയുന്ന ശൈലി അതാണ്, വഇദാ അഖദ്നാ മിനൻ നബിയ്യിന മീസാഖഹും, എല്ലാ നബിമാരോടും നാം ദഅവത്ത് എത്തിച്ചു കൊടുക്കാമെന്നുള്ളതായ ആ തൗഹീദുമായുള്ളതായ ആ ഉടമ്പടി വാഗ്ദാനം അല്ലാഹു വാങ്ങിയതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഒമിൻക, നിങ്ങളോടും ആദ്യം പറഞ്ഞത് നബിമാര് എന്ന് മൊത്തത്തിൽ പറഞ്ഞ ശേഷം നബിയാണ് ആദ്യമായിട്ട് എണ്ണുന്നത്. ഒമിൻക, നിങ്ങളിൽ നിന്നും, ഒമിൻ നോഹിൻ, നോഹിൽ നിന്നും അലൈഹിസ്സലാം, ഓ ഇബ്രാഹിമ, ഇബ്രാഹിമിൽ നിന്നിട്ടും, ഓ മൂസ വ ഈസ, മൂസ ഈസയിൽ നിന്നിട്ടും. ഇത് ഉലുൽ അസ്മുകളായ 5 മഹാ കരുത്തുറ്റ വ്യക്തികളാണ്. ആ വ്യക്തിത്വത്തെ കുറിച്ച് അള്ളാഹ് പറഞ്ഞപ്പോൾ മുന്തിച്ചത് നമ്മുടെ നേതാവിനെയാണ്, വഅഖദ്നാ മിൻഹും മീസാഖൻ ഗലീളാ എന്നത്. അതെ, അപ്പോൾ നാം തുടക്കത്തിൽ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ ഫضل, ഇപ്പോൾ അള്ളാഹു അവരെ, അള്ളാഹുവിന്റെ റസൂലിനെ മറ്റുള്ളവരിൽ നിന്നിട്ട് വ്യത്യസ്തപ്പെട്ട രൂപത്തിലുള്ളതായ പരിഗണന നൽകി. ഖസായിസുൻ നബി എന്ന പേരിൽ ഗ്രന്ഥങ്ങൾ എഴുതിയവർ അവരുടെ ഗ്രന്ഥങ്ങളെ ആരംഭിക്കുമ്പോൾ തന്നെ കൊടുക്കാറുള്ള, മുൻപന്തിയിൽ വെക്കാറുള്ള പ്രത്യേകതയിൽപ്പെട്ടതാണ് നിങ്ങളെ ഞാൻ കൽപ്പിച്ചതായ ആയത്തുകൾ.
ഇതുപോലെ ധാരാളം ആയത്തുകളും ധാരാളം ഹദീസുകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു നബിമാരെക്കാളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുകഴ്ത്തുകയും വാഴ്ത്തുകയും അവരെ ഖുർആനിലൂടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പലപ്പോഴും പല ശൈലിയിലായിട്ട് മറ്റു നബിമാരെക്കാൾ എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല ഇസ്തഫാനി എന്ന് റബ്ബ് സെലക്ട് ചെയ്തു എന്ന ശൈലിയും ഹദീസിൽ കാണാം. എന്ന് മാത്രമല്ല ഈ റസൂലുള്ളാഹി അല്ലാഹു ഈ രൂപത്തിൽ ബഹുമാനിച്ചു ആദരിച്ചു എന്ന് നാം കേൾക്കുമ്പോൾ ആ ബഹുമാനിച്ച് ആദരിച്ച ആ റസൂലിനോട് അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും, നമ്മുടെ ബാധ്യതയാണ് ആ നബിയോടുള്ളതായ കടപ്പാട്. അത് അവരോട് മറ്റു ആരേക്കാൾ എന്ത് വേണം? സ്നേഹിക്കണം. അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന, ആരേക്കാൾ എന്ന് പറയുമ്പോൾ അവരുടെ സ്വശരീരത്തെക്കാൾ പോലും, ശരീരമാണല്ലോ ഒരു മനുഷ്യൻ എന്തിനേക്കാളും മുന്തിക്കുക, അങ്ങനെയുള്ള ആ ശരീരത്തെക്കാളും ഔല കടപ്പെട്ട ആളാണ്, ബാധ്യസ്ഥരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്നേഹിക്കുന്നതിലും ഇത്തിബാഇലും വഴിപ്പെടുന്നതിലും എല്ലാം ആ ഉലവിയത്ത് അവിടെ നിലനിർത്തുന്നു, അള്ളാഹു സ്ഥാപിക്കുകയും ചെയ്യുന്നു. അപ്രകാരം തന്നെ ഹദീസിൽ കൂടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ശൈലി നമുക്ക് പലപ്പോഴും കേട്ട് പരിചയമുള്ളതാണ്. ലാ യുമിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങൾ എന്നിട്ട് ഒരാൾ സത്യവിശ്വാസി ആവുക തന്നെ ഇല്ല ഇതുവരെ ഞാൻ അവനിലേക്ക് അവന്റെ വാപ്പയേക്കാൾ ഉമ്മയേക്കാൾ മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ, ആ സകലം ജനങ്ങളെക്കാൾ ഞാൻ ഇഷ്ടപ്പെട്ട വ്യക്തിയാകുന്നത് വരെ നിങ്ങൾ എന്നിട്ട് ഒരാൾ മുസ്ലിം ആവുകയില്ല. നിന്റെ ശരീരത്തെക്കാൾ ഉമറെ എന്ന് റസൂലുള്ളാഹി ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞ ശൈലിയും നിങ്ങളെ ഞാൻ കേൾപ്പിച്ച ബുഖാരിയും മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് പോലെ തന്നെ അതേ ശക്തിയുള്ളതായ മുത്തഫഖുൻ അലൈഹിയായ അല്ലെങ്കിൽ ബുഖാരിയിൽ വന്നതായ റിപ്പോർട്ടുകളിൽ നിങ്ങളുടെ ശരീരത്തെക്കാൾ, അത് ഞാൻ നേരത്തെ കേൾപ്പിച്ചതായ ആയത്തിൽ ആ ഉള്ളടക്കമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ ഖുർആനിൽ പറഞ്ഞതാണ് അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം എന്ന പദത്തിലൂടെ. അപ്പോൾ ഈ രൂപത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ളതായ ബന്ധത്തെ സ്ഥാപിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് കൽപ്പിച്ച ശൈലി ആണ് നാം ഇതുവരെ കേട്ടത്. എന്നാൽ അത് നമ്മുടെ സഹാബാക്കൾ ഫിറ്റാക്കിയ രൂപത്തിലേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് അല്ലാഹു തന്നെ ഖുർആനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ബഹുമാനിച്ച ആദരിച്ച അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് നൽകിയതായ ആ പ്രത്യേകത സ്റ്റാൻഡേർഡ്, ആ നൽകിയ ശൈലി നമുക്ക് കാണിക്കുന്നതായിട്ട് നമ്മുടെ മുഫസ്സിറുകൾ വിശദീകരിക്കുന്നതായിട്ട് കാണാം. നബിയുടെ പേര് കൊണ്ട് അല്ലാഹു ഖുർആനിൽ വിളിച്ചിട്ടേ ഇല്ല എന്നത്. നബിയെ ഖുർആനിൽ മറ്റു നബിമാരെ പോലെയല്ല, മറ്റു നബിമാരെയെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല വഇദ് ഖാല അല്ലാഹു യാ ഈസാ നബിയെ എന്ന് അല്ലാഹു ഈസാ നബിയെ വിളിച്ചു, ഇന്നി മുതവഫീക പല ആയത്തുകളിലൂടെ. അതുപോലെ തന്നെ നൂഹ് നബി ഇസ്ലാമിനോട് യാ നൂഹ് ഉഹ്ബിത് ബിസലാമിൻ മിന്ന, അവിടെ യാ നൂഹ് എന്ന് വിളിച്ചു. അതുപോലെ തന്നെ യാ മൂസ അഖ്ബിൽ വലാ തഖഫ്, വടിയിട്ട സമയത്ത് വേഗം പോയി പിടിച്ചോ എന്നൊക്കെ പറഞ്ഞപ്പോൾ മൂസാന്ന് വിളിച്ചു. അങ്ങനെ യാ യാ എന്ന നിദാഇന്റെ പദപ്രയോഗം ഉപയോഗിച്ചുകൊണ്ട് വനാദൈനാഹു അയ്യാ ഇബ്രാഹിം ഖദ് സദ്ദഖ്ത റുയ ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, ഇബ്രാഹിം അലൈഹി സ്വലാമിനെ യാ ഇബ്രാഹിം എന്നാണ് റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലു വിളിച്ചത്. ആ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പരിശോധിച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അഭിസംബോധനം ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നതല്ല. അതേസമയത്ത് റസൂലെ അല്ലാഹു വിളിക്കൽ അവർക്ക് നൽകിയ ബാധ്യതയാകുന്ന റിസാലത്തിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ്. അതെന്താണ്? യാ അയ്യുഹൻ നബിയു യാ അയ്യുഹർ റസൂലു, ഏ ദൂതരെ ഏ റസൂലെ എന്ന് അല്ലാഹുവിന്റെ റസൂലിന് അല്ലാഹു നൽകിയതായ ആ ബാധ്യത ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് വിളിക്കുക. അപ്രകാരം തന്നെ അല്ലാഹ് അങ്ങനെ ചെയ്തു എന്നതോടൊപ്പം നമ്മളോട് വിരോധിക്കുകയും ചെയ്തു. നിങ്ങൾ മുഹമ്മദ് നബിയെ എന്ത് ചെയ്യരുത്? ലാ തജ്അലൂ ദുആഅർ റസൂലി ബൈനക്കും കദുആഇ ബഅദികും ബഅദാ, നിങ്ങൾ മുഹമ്മദ് നബിയോടുള്ളതായ അഭിസംബോധനത്തിൽ പരസ്പരം നിങ്ങൾ യാ മുഹമ്മദ് യാ അഹ്മദ് എന്ന് വിളിക്കും പോലെ നിങ്ങൾ എന്ത് ചെയ്യരുത്? മുഹമ്മദിനോട് അഭിസംബോധനം ചെയ്യരുത് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ ദൂതരോട് റസൂലുള്ളാഹിന്റെ മക്കൾ വരെ പലപ്പോഴും യാ റസൂലല്ലാഹ് എന്നാ വിളിക്കാറുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ യാ അബതി എന്ന് വിളിക്കാറുണ്ട്. അതോടൊപ്പം അവരെ പലപ്പോഴും യാ റസൂലല്ലാഹ് എന്ന് വിളിക്കുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റു നബിമാരെ കുറിച്ച് സംസാരിച്ചപ്പോൾ ആ നബിമാരുടെ സമൂഹം അവരെ നേർക്കുനേരെ യാ മൂസ ജഅൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ എന്ന് ബനൂ ഇസ്രായേലികളെ പറഞ്ഞ ശരി ഖുർആൻ പറയുന്നുണ്ട്. ഏ മൂസ, നിങ്ങൾ ഞങ്ങൾക്കൊരു ദൈവത്തെ ഉണ്ടാക്കി തരുക, അവർക്കൊക്കെ ദൈവങ്ങൾ ഉള്ളതുപോലെ എന്ന് പണ്ട് ബനൂ ഇസ്രായേലികൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ് അത്ഭുതകരമാം ഇത് രക്ഷപ്പെടുത്തിയല്ലോ. എവിടുന്ന്? ചെങ്കടലിൽ നിന്നിട്ട്
മുങ്ങി മരിക്കുന്നതിന് പകരം അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസാ നബിയോട് വടിയടിക്കാൻ പറഞ്ഞു. വടിയടിച്ചു, അങ്ങനെ പിളർന്നു. അങ്ങനെ മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ഈ ദിവസങ്ങളിലൊക്കെ നാം കേൾക്കാറുള്ളതായ സംഭവമാണത്. കല്ല ഇന്ന റബ്ബി സയഹ്ദീൻ എന്ന് മൂസാ നബി പറഞ്ഞതായ സംഭവം. അങ്ങനെ മൂസാ നബി അലൈഹിസ്സലാം ആ പറഞ്ഞ സന്ദർഭത്തിൽ പിളർന്നു, അവര് രക്ഷപ്പെട്ടു. അപ്പോൾ ആ ചൂടാറുന്നതിന് മുമ്പെങ്കിലും ഓർത്തൂടെ, ഇത്രയും അത്ഭുതകരമാവിധം ഞങ്ങളെ രക്ഷപ്പെടുത്തിയ റബ്ബിനെയാണ് ഞങ്ങൾ ആരാധിക്കേണ്ടതെന്ന്. കുറച്ച് മുമ്പോട്ട് എത്തിയപ്പോൾ ആരോ എന്തിനോ പൂജിക്കുന്ന കണ്ടപ്പോൾ മൂസയോട് പറയാണ്, ഇലാഹൻ കമാലഹും ആലിഹ, ഇവർക്ക് ദൈവങ്ങൾ ഉള്ളതുപോലെ ഞങ്ങൾക്ക് ദൈവങ്ങൾ ഉണ്ടാക്കി തരുക മൂസ എന്ന് വിളിച്ച സംഭവത്തിൽ അള്ളാഹു ഖുർആനിൽ നമ്മളോട് പഠിപ്പിക്കുന്ന ശൈലി എന്താണ്? യാ മൂസ എന്ന് അവർ വിളിച്ചു എന്നാണ്. മനസ്സിലായില്ലേ? മൂസാ നബിയെ പേരുകൊണ്ട് വിളിച്ചു എന്നാണ്. അതുപോലെ തന്നെ ഹവാരികൾ പറഞ്ഞു യാ ഈസ ഇബ്നു മറിയം എന്ന് പറഞ്ഞു. അതെ, ഖാലു യാ ഹൂദു മാ ജിഅ്തനാ ബിബയ്യിന, ഹൂദ് നബിയെ എന്ന് ഹൂദ് നബിയുടെ പേര് വിളിച്ചു പറഞ്ഞു. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റു നബിമാരോടെല്ലാം അവരുടെ ഉമമുകൾ പേരെടുത്ത് വിളിക്കാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞതോടുകൂടി നമ്മളോട് എന്താ പറഞ്ഞത്? നിങ്ങൾ എന്ത് ചെയ്യരുത്? മുഹമ്മദ് നബിയെ പേരെടുത്ത് വിളിക്കരുത് എന്ന് കൽപ്പിച്ചു. അള്ളാഹ് പേരെടുത്ത് വിളിച്ചിട്ടുമില്ല ഖുർആനിൽ, അവരുടെ നാമം എടുത്ത് വിളിച്ചിട്ടുമില്ല ഖുർആനിൽ എന്ന് മാത്രമല്ല, ചില ആൾക്കാര്, അറിവില്ലാത്തവര്, ഗ്രാമീണന്മാര് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹുജറാത്തുകൾ ഇപ്പോൾ കാണുന്നതായ ആദ്യത്തെ പള്ളിയുടെ തൊട്ടുകിടക്കുന്നതായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത്യവിശ്രമം കൊള്ളുന്നതായ ആ സ്ഥലവും അതിനോട് തൊട്ടുകിടക്കുന്ന സ്ഥലങ്ങളുമെല്ലാം ഉൾക്കൊള്ളുന്ന ഭാഗമാണ്. നാം ഇവിടെ പഠിച്ചു പല ക്ലാസ്സുകളിലൂടെ. റസൂലുള്ളാഹിയുടെ ഹുജുറാത്തുകൾ, ഭാര്യമാരുമായിട്ട് ഒന്നിച്ച് താമസിച്ചതായ കുടിലുകൾ, കുടിലുകളുടെ പുറത്തു നിന്നുകൊണ്ട് ഗ്രാമീണന്മാർ വന്നിട്ട് യാ മുഹമ്മദ് എന്നൊക്കെ വിളിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇന്നല്ലദീന യുനാദൂനക മിൻ വറാഇൽ ഹുജുറാതി അക്സറുഹും ലാ യഅഖിലൂൻ, നബിയെ ആ രൂപത്തിൽ അദബില്ലാതെ, മര്യാദയില്ലാതെ രൂപത്തിലുള്ള വിളിക്കുന്ന വിഭാഗം അവര് ബുദ്ധി ഉപയോഗിക്കാത്തവരാണ് എന്ന് അവരെ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലു ആക്ഷേപിക്കുന്ന രൂപത്തിൽ സംസാരിക്കുകയും ചെയ്തു. ഇവിടൊക്കെ നാം കണ്ടത് ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് ആ പ്രത്യേകത, ആ ബഹുമതി, ആ ബഹുമാനം മറ്റുള്ളവർക്ക് നൽകാത്ത, നമ്മുടെ വിഷയം അതാണ്. അതുല്യ ബഹുമതി, അതുല്യ ശ്രേഷ്ഠത അല്ലാഹു റസൂലിന് നൽകി എന്നത് ഖുർആനിലൂടെ നാം പഠിക്കുന്നതാണ്. അള്ളാഹ് തന്നെ പറഞ്ഞല്ലോ, അല്പം മുമ്പ് നിങ്ങളുടെ സ്റ്റാൻഡേർഡ് നാം പൊക്കിയിട്ടുണ്ട്, ഉയർത്തിയിട്ടുണ്ട്, വാഴ്ത്തിയിട്ടുണ്ട് എന്ന്. പിന്നെ അതിനൊപ്പം പറഞ്ഞിറക്കേണ്ടതില്ല, ഒമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, അതൊക്കെ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതായ ഭാഗമാണ്. ആലമീങ്ങൾക്കാസകലം, ആലമീൻ മനുഷ്യന്മാർ മാത്രമല്ല, ആലമീങ്ങൾക്കാസകലം നിങ്ങൾ റഹ്മത്തായിട്ടാണ്. അതിൽ മുസ്ലിങ്ങളുണ്ട്, ജിന്നുകളുണ്ട്, എല്ലാവരും ഉണ്ട്. അവർക്കെല്ലാം അനുഗ്രഹീത മനുഷ്യനായിട്ടാണ് നിങ്ങളെ നാം നിയോഗിച്ചിട്ടുള്ളത്. അള്ളാഹുവിന്റെ മറ്റു നബിമാരിലായിട്ട് വ്യത്യസ്തമായി റസൂലുള്ളാഹിന്റെ വയസ്സുകൊണ്ട് സത്യം ചെയ്തതായിട്ട് ഖുർആനിൽ കാണാൻ സാധിച്ചു. ലഅംറുക, നിങ്ങളുടെ വയസ്സിനെ തന്നെയാണ് സത്യം. ആരുടെ? മുഹമ്മദ് നബിയുടെ വയസ്സിനെ തന്നെയാണ്. ഇന്നഹും ലഫീ സക്രതിഹിം യഅമഹൂൻ എന്ന ആയത്തിലൂടെ. ഇതൊക്കെ ഖുർആനിലൂടെ അള്ളാഹു പുകഴ്ത്തി വാഴ്ത്തി പറഞ്ഞ ഭാഗങ്ങളാണ്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു നബിമാരേക്കാൾ, ഉദബകളേക്കാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് നൽകിയതായ പ്രത്യേകതയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഉഅതീതു ഖംസൻ ലം യുഅതഹുന്ന അഹദുൻ ഖബ്ലി, എനിക്ക് മുമ്പ് ആർക്കും നൽകപ്പെടാത്തതായ രൂപത്തിലുള്ള പ്രത്യേകതകൾ എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് ഉഅതീതു ജവാമിഅൽ കലിം. നാം പലപ്പോഴും ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ജവാമിഅൽ കലിം. വല്ലതും സംസാരിച്ചാൽ ഈ സത്യനിഷേധികളായ, അല്ലെങ്കിൽ ഇസ്ലാമിനെ ശരിക്കും പഠിക്കാത്ത വിഭാഗമൊക്കെ ഇസ്ലാമിനെ തള്ളിപ്പറയുന്ന കൂട്ടത്തിൽപ്പെട്ടതാണ് ഹദീസിനെ തള്ളിപ്പറയുക. യഥാർത്ഥത്തിൽ ഹദീസിനെ കുറിച്ച്, സ്ഥിരീകരിക്കപ്പെട്ട ഹദീസിനെ കുറിച്ച് പരിശോധിച്ചു നോക്കിയാൽ സുബ്ഹാനല്ലാഹ്, ഈ അറബിക്ക് ഗ്രാമർ പാണ്ഡിത്യം നേടിയ പണ്ഡിതന്മാര് അംഗീകരിക്കുന്ന യാഥാർത്ഥ്യമാണ്. സ്ഥിരീകരിക്കപ്പെട്ട ഒരു ഹദീസിലും അറബിക്ക് ഗ്രാമറിന് വിപരീതമായിട്ട് ഒരു ഹദീസ് കാണുകയില്ല. അത്ഭുതമാണത്. ഖുർആനല്ലല്ലോ ഇത്, റസൂലുള്ളാഹിന്റെ വാക്കാണ്, റസൂലുള്ളാഹിന്റെ വായിൽ നിന്നിട്ട് വരുന്ന വാക്കാണ്. പക്ഷെ റസൂലുള്ളാഹിക്ക് അല്ലാഹു അവരുടെ റസൂലുള്ളാഹി ജനിച്ചു വളർന്നത് മക്കക്കാരുടെ ഇടയിലാണ്. മക്കക്കാരുടെ ഇടയിൽ അവിടെ കവികളുണ്ട്, സാഹിത്യകാരന്മാരൊക്കെ ധാരാളമുണ്ട്. പക്ഷെ അവരിൽ നിന്നിട്ടെല്ലാം വ്യത്യസ്തമായ ഒരു ശൈലി റസൂലുള്ളാഹിക്ക് അല്ലാഹു നൽകി. ഈ വ്യത്യസ്ത ശൈലി കട്ടെടുത്തിട്ട് ലണ്ടൻ റേഡിയോയിലും അമേരിക്കൻ റേഡിയോയിലും പല വേൾഡ് റേഡിയോകളിലൊക്കെ വാർത്ത വായിക്കുന്നവരൊക്കെ ഉപയോഗിക്കാറുണ്ട്. എന്ത്? ഹദീസിന്റെ ആ സാഹിത്യ ശൈലികൾ അത് നാം കേൾക്കാറുണ്ട് സാധാരണ. യഥാർത്ഥത്തിൽ അത് ആരാണ് സംഭാവന ചെയ്തത് ഈ അറബി ഭാഷയ്ക്ക്? നമ്മുടെ ദൂതരാണ്.
നമ്മുടെ ദൂതർ സംഭാവന ചെയ്തതായ പദപ്രയോഗങ്ങളാണ്. നമ്മുടെ ദൂതർക്ക് മുമ്പ് അത് ആരും ഉപയോഗിച്ചിട്ട് തന്നെ ഇല്ല ആ ശൈലിയിലുള്ളതായ പദപ്രയോഗങ്ങൾ. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമന് അള്ളാഹു നൽകിയതായിട്ട് റസൂൽ തന്നെ പറയുന്നു, ഉഅതീതു ജവാമിഅൽ കലിം, ജവാമിഉൽ കലിം അള്ളാഹു എനിക്ക് നൽകിയിട്ടുണ്ട്. ഉഅതീതു ശഫാഅ, എനിക്ക് ശഫാഅത്ത് പരലോകത്ത് നൽകപ്പെട്ടിട്ടുണ്ട്, നൽകാൻ പോകുന്നുണ്ട്. അപ്രകാരം തന്നെ ഉജുഇലത് ലിയൽ അർദു മസ്ജിദൻ വതഹൂറ, മറ്റുള്ളവർക്ക് നൽകാത്തതായ പ്രത്യേകതയാണ്. എല്ലാ മതസ്ഥർക്കും അവരവരുടെ ആരാധനാലയങ്ങളിൽ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. നമുക്കങ്ങനെയല്ല. എവിടെ നിസ്കരിച്ചാലും നജാസത്തില്ലാത്ത സ്ഥലത്ത് നിസ്കരിക്കാവുന്നതാണ്, ഇബാദത്ത് ചെയ്യാവുന്നതാണ്. അത് മുസ്ലിങ്ങൾക്ക് നൽകപ്പെട്ടതായ പ്രത്യേകതയിൽപ്പെട്ടതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രത്യേകതകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയതിനെ കുറിച്ച് റസൂലുള്ളാഹി എണ്ണിപ്പറയുന്നത് റസൂലുള്ളാഹിനോട് അല്ലാഹ് പറയാൻ വേണ്ടി പറഞ്ഞത് കൊണ്ടായിരിക്കും. എന്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനാ സയ്യിദു വലദി ആദം യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഞാൻ ആദമിന്റെ സന്തതികളുടെ നേതാവാണെന്ന് പറഞ്ഞ ആ ഹദീസിൽ പരിശോധിച്ചാൽ, തുർമുദിൽ പൊഴിച്ച് ചെയ്യുന്ന ഹദീസിലും അതുപോലെ തന്നെ ദാരിമിൽ പൊഴിച്ച് ചെയ്യുന്ന ഹദീസിലും അതുപോലെ തന്നെ ബുഖാരിയിലും മുസ്ലിമിലൊക്കെ ഉള്ളതായ ചില ഭാഗങ്ങളിലൊക്കെ വലാ ഫഖ്റ, അഭിമാനം പറയുന്നതല്ല ഞാൻ എന്ന് പറഞ്ഞാൽ വഅമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, അല്ലാഹ് നിങ്ങൾക്ക് ചെയ്തു തന്ന നിഅമത്തിനെ നിങ്ങൾ ജനങ്ങളോട് പറഞ്ഞോ എന്ന ആ കൽപ്പന അനുസരിച്ച് പറയുകയാണ് എന്നല്ലാതെ ഞാൻ ഇഷ്ടാനുസരണം എന്നെ ഞാൻ പൊക്കി പറയുന്നതല്ല, എന്നെ ഞാൻ വാഴ്ത്തി പറയുന്നതല്ല. അതുപോലെ തന്നെ മറ്റുള്ള ഉമ്മകൾക്കൊക്കെ ഗനീമത്ത് മുതലുണ്ടായിരുന്നില്ല, യുദ്ധം അനുവദനീയമായിരുന്നില്ല. അഥവാ യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ റസൂലുള്ളാഹിക്ക് മുമ്പുള്ള സർവ്വ നബിമാർ യുദ്ധം ചെയ്തു കഴിഞ്ഞാൽ അവരുടെ മുമ്പിൽ ശത്രുക്കളിൽ നിന്നിട്ട് ലഭിക്കുന്നതായ ഗനീമത്തുകളെ അവർ ഒരുമിച്ച് കൂടി തീ കൊണ്ട് ചുട്ടികരിക്കലാണ് അവരോടുള്ള കൽപ്പന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമ്മത്തുകൾക്ക് എന്ത് ചെയ്തു? അല്ലാഹു ഹലാലായി അനുവദിച്ചു കൊടുത്തു. എന്ത്? ഗനീമത്ത് മുതല്. അത് എന്ത് ചെയ്യാം? നിങ്ങൾക്കത് ഉപയോഗിക്കാം, നിങ്ങൾക്ക് ഹലാലാണെന്ന്. അഥവാ ശത്രുക്കളോട് യുദ്ധം ചെയ്ത് ഇസ്ലാമിനെതിരിൽ പോരാടുന്ന വിഭാഗത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. എന്നല്ലാതെ ഇസ്ലാമിന്റെ നിയമം അനുസരിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ഇവിടെ പറഞ്ഞു, എന്ത്? അങ്ങോട്ട് പോയി യുദ്ധം ചെയ്യുക എന്നത് ഇസ്ലാമിന്റെ തത്വത്തിൽപ്പെട്ടതേ അല്ല. മറിച്ച് യുദ്ധം ചെയ്യാൻ വരുന്നവരോട് യുദ്ധം ചെയ്യുക. പിന്നെയോ യുദ്ധം ചെയ്യാൻ വരുന്നവർ അല്ലെങ്കിൽ പിന്നെ ആരോടാണ് യുദ്ധം ചെയ്യാറുള്ളത്? ഇസ്ലാമാകുന്ന വിശുദ്ധ പ്രസ്ഥാനത്തിന്റെ മെയിൻ തത്വമാകുന്ന ജനങ്ങളെ അന്ധകാരമാകുന്ന കാർമേഘത്തിൽ നിന്നിട്ട് മോചിപ്പിക്കുക എന്ന തത്വം നിർവഹിക്കുന്നതിന്റെ മുമ്പിൽ വിലങ്ങതടിയായി അല്ലെങ്കിൽ തടസ്സമായി മാറുന്നവരുണ്ടെങ്കിൽ ആ മുൾച്ചെടികളെ മാറ്റി നിർത്താൻ വേണ്ടി പാടുപെടും. അവരോട് നിങ്ങൾ ജിസിയ നൽകണം, അവര് അഹ്ലി കിതാബികളാണെങ്കിൽ. അല്ലെങ്കിൽ ഞങ്ങളുടെ കീഴിൽ ജീവിക്കണം, ഞങ്ങൾക്കുള്ളതെല്ലാം നിങ്ങൾക്കുണ്ട്, നിങ്ങൾക്ക് എല്ലാ ആനുകൂല്യങ്ങളും ഇവിടെ ലഭിക്കും, നിങ്ങളെ ഇവിടുന്ന് പുറത്തേക്ക് തള്ളപ്പെടുന്നതല്ല, നിങ്ങൾക്ക് ഇവിടെയുള്ള പാസ്പോർട്ടൊക്കെ കിട്ടും, നിങ്ങൾക്ക് ഇവിടെ നേഷൻസ് ലഭിക്കും, നിങ്ങൾക്ക് ഞങ്ങളുടെ കൂടെ തന്നെ താമസിക്കാം എന്ന ആ പ്രഖ്യാപനമാണ് അള്ളാഹുവിന്റെ റസൂല് പ്രഖ്യാപിക്കാറുള്ളത്. എന്ത് ചെയ്യുന്ന സമയത്ത്? ഈ ദഅവത്ത് ജനങ്ങളിലേക്ക് വ്യാപകമാകുന്ന സമയത്ത്. അത് മരണം വരെ നബിയുടെ പ്രവർത്തനം, നബിയുടെ ചര്യ, നബിയുടെ യുദ്ധങ്ങൾ നമുക്ക് പഠിപ്പിച്ച പാഠവും അത് തന്നെയാണ്. അങ്ങനെയുള്ള ആ സന്ദർഭത്തിൽ ലഭിക്കുന്നതായ ഗനീമത്തായി ലഭിക്കുന്ന സമ്പത്തുകളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന് അള്ളാഹു ഹലാലാക്കി കൊടുത്തു. അത് എനിക്ക് മാത്രമുള്ള പ്രത്യേകതയാണ്, മറ്റുള്ളവർക്ക് ഉണ്ടായിരുന്നില്ല എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി. അപ്രകാരം തന്നെ നബിമാരൊക്കെ നിയോഗിക്കപ്പെടാറുള്ളത് ഓരോ ഉമ്മകളിലേക്കാണ്. മൂസ നബി അലൈഹി സ്വലാമിന്റെ ഖൗമ് ബനു ഇസ്രായേലികൾ, ഈസാ നബി അലൈഹി സ്വലാമിന്റെ ഒരു പ്രത്യേക ഖൗമ്, ഇബ്രാഹിമിന്റെ ഒരു പ്രത്യേക ഖൗമ്. അങ്ങനെ ഓരോ നബിമാർക്കും ഓരോ പ്രത്യേക ഖൗമാണ്, ഓരോ പ്രത്യേക സമൂഹങ്ങളാണ്. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ്? വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസി ബശീറൻ വനദീറ, ആ സകലം ജനരാശിക്ക് നിയോഗിക്കപ്പെട്ടതായ വ്യക്തിത്വമാണ് നബിയുന മുഹമ്മദുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ അവരുടെ പ്രത്യേകതയായിട്ട് മറ്റുള്ളവർക്ക് നൽകാത്തതായിട്ട് ഇല്ലാത്തതായിട്ട് പറഞ്ഞ ഇനങ്ങളിൽ ധാരാളമുണ്ട്. അതിൽപ്പെട്ടതാണ് അന അവ്വലു മൻ യൻഷഖു അൻഹുൽ ഖബറു യൗമൽ ഖിയാമ, ആദ്യമായിട്ട് എന്റെ ഖബറാണ് പിളരുക, ഞാനാണ് ഭൂമിയിൽ നിന്നിട്ട് ഹയാത്തായി ഉണരുക. ഈ നിങ്ങൾ കാണുന്ന വിശുദ്ധ മസ്ജിദ് നബവിയുടെ പരിസരത്തിലുള്ള അവരന്ത്യവിഷമം കൊള്ളുന്നതായ ആ ഖബറിൽ നിന്നിട്ട് അള്ളാഹു വീണ്ടും ജീവിപ്പിക്കുന്നത് ആദ്യമായിട്ട് നമ്മുടെ ദൂതരെയാണ്. അതുപോലെ തന്നെ ഞാനാണ് ആദ്യമായിട്ട് സ്വർഗത്തിന്റെ ആ വട്ടക്കണ്ണി, അതിന്റെ വാതിൽ തുറക്കാനുള്ള അനുവാദം നൽകപ്പെടുന്ന വ്യക്തി. അതാരാണ്? അല്ലെങ്കിൽ ആദ്യമായിട്ട് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന വ്യക്തിയും അതാരാണ്? നബിയുന മുഹമ്മദുൻ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം. പരലോകത്തിൽ ലിവാഉൽ ഹംദി എന്ന ഒരു പതാക അല്ലാഹു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് നൽകാൻ പോകുന്നുണ്ട്. അതിന്റെ ഉടമ ഞാനാണെന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി അഭിമാനിക്കുന്നുണ്ട്. അവിടെയും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ ഫഖ്റ, ഞാൻ അഭിമാനം പറയുന്നതല്ല. പിന്നെ നിങ്ങൾക്കറിയാവുന്ന മഖാമും മഹ്മൂദി എന്ന ആ ശഫാഅത്തിന്റെ അധികാരം, അത് മറ്റു നബിമാരിൽ നിന്നെല്ലാം വ്യത്യസ്ത രൂപത്തിൽ, മറ്റു നബിമാരെല്ലാം പാപങ്ങൾ ചെയ്ത് പോകാൻ സാധ്യതയുള്ളവരായതുകൊണ്ട് അവരെല്ലാവരും നാം അവരുടെ അടുക്കിലേക്ക് ശഫാഅത്തിന് വേണ്ടി ചെല്ലുമ്പോൾ ഞാൻ റബ്ബിന്റെ അടുക്കിലേക്ക് ചെല്ലാൻ എന്നെ കൊണ്ട് സാധിക്കൂല, നിങ്ങളുടെ പ്രശ്നം പറയാൻ പോകട്ടെ, എന്റെ പ്രശ്നം തന്നെ ധാരാളം പറയാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർ പിന്മാറും. അവർ അതിന് തയ്യാറാകുന്നതല്ല. പക്ഷേ റസൂലുള്ളാഹിയോട് ഖുർആൻ അല്ലാഹു ചെയ്തതായ സത്യവാഗ്ദാനമാണ്, ലിയഗ്ഫിറ ലക്കല്ലാഹു മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖറ, മുമ്പ് കഴിഞ്ഞതും വരാൻ പോകുന്നതുമായ സർവ്വപാപങ്ങൾ നിങ്ങൾക്ക് പുറത്തു തരാൻ വേണ്ടി എന്ന് അല്ലാഹ് ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന എന്ന സൂറത്തിലൂടെ വിശദീകരിച്ചതായ ആ പ്രത്യേകത റസൂലുള്ളാഹിക്കുള്ളത് കൊണ്ട് റസൂലുള്ളാഹി അവിടെ എനിക്കിപ്പോൾ അല്ലാഹുവോടൊന്നും പറയാൻ പറ്റുകയില്ല എന്ന് പറയുന്നില്ല. മറിച്ച് റസൂല് അവിടെ നമ്മളോട് പറയുക, അനലഹ, ഞാനാണ് ശഫാഅത്തിന്റെ അധികാരം ലഭിച്ച വ്യക്തി, നിങ്ങൾക്ക് വേണ്ടി ശഫാഅത്തിന് വേണ്ടി വാദിക്കാനുള്ള അർഹൻ എന്ന് പറഞ്ഞുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നോട്ട് കുതിക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി നമുക്ക് സന്തോഷവാർത്ത നൽകുകയും അല്ലാഹു ഖുർആനിലൂടെ അത് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ യാഥാർത്ഥ്യം മിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലതൻ ലക്, നമ്മിൽ നിന്നിട്ട് പലരും ഒഴിവാക്കിയതായ തഹജ്ജുദ് നിസ്കാരം ഉണ്ടല്ലോ, അള്ളാഹു നമുക്ക് നമസ്കരിക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. ഇപ്പോൾ കുറെ ആൾക്കാർക്ക് തുടങ്ങിയിട്ടുണ്ടെന്നാണ് കേട്ടത്. കാരണം പേടിച്ചിട്ടേ റസൂലുള്ളാഹി പറയുന്നത് നമ്മളോട്, യഅരിഫ് റബ്ബക ഫിർറഖ യഅരിഫക ഫിശ്ശിദ്ദ, അല്ലെങ്കിൽ തഅറഫ് റബ്ബക ഫിർറഖ യഅരിഫക ഫിശ്ശിദ്ദ, നിന്റെ റബ്ബിനെ നീ പരിചയപ്പെടുക, പരിചയമുള്ള ആളായി മാറുക, നിനക്ക് സന്തോഷമുള്ള സമയത്തും പ്രയാസമുള്ള സമയത്തും. അപ്പോൾ നീ സന്തോഷമുള്ള സമയത്ത് നല്ല വിസയുണ്ട്, നല്ല ജോലിയുണ്ട്, നല്ല ശമ്പളമുണ്ട്, ഇനി എന്തിനാ തഹജ്ജുദ് നിസ്കാരം? നിസ്കരിച്ചതൊരു കിട്ടിയതല്ലേ ഇപ്പോൾ ഇത്, അതുകൊണ്ട് ഉപയോഗപ്പെടുത്താം. ഒരു പക്ഷെ തഹജ്ജുദ് നിസ്കരിച്ച് കാണുമല്ലോ, എപ്പോഴെങ്കിലും മറന്ന് നിസ്കരിച്ച് പോയിട്ടുണ്ടെങ്കിൽ പറഞ്ഞ പാടി നടക്കും, 2 റക്അത്ത് എന്നാണ് ഞാൻ നിസ്കരിച്ചു എന്നൊക്കെ. അങ്ങനെയൊക്കെയാണ് പലരുടെയും സ്ഥിതി. നിങ്ങളെ കുറിച്ചല്ല കേട്ടാ, അത് യാഥാർത്ഥ്യവുമാണ്. യഥാർത്ഥത്തിൽ ഈ രാത്രി ഉറക്കത്തിൽ നിന്നിട്ട് ഉണർന്ന് നിസ്കരിക്കുമ്പോഴേ തഹജ്ജുദ് ആവുക. അങ്ങനെ അല്ലാഹ് പറഞ്ഞു ഖുർആനിൽ, തതജാഫ ജുനൂബുഹും അനിൽ മളാജിഇ, ആ കിടക്കുന്ന ആ കിടപ്പറയിൽ നിന്നിട്ട് ശരീരത്തെ ദൂരപ്പെടുത്തണം, അപ്പോൾ ആ തഹജ്ജുദ് ആവുക. മനസ്സിലായില്ലേ? തഹജ്ജുദ് എന്ന് പറയുമ്പോൾ വേറൊന്നു കൂടി പ്രത്യേകതയുണ്ട്. എന്താണ്? ജനങ്ങൾ സംസാരമൊക്കെ ഇല്ലാതെ എല്ലാവരും ഒതുങ്ങി അടങ്ങി എല്ലാവരും അന്നത്തെ കാലഘട്ടത്തിൽ ദിക്റുള്ളയിൽ കൂടുന്ന, ഇന്നത്തെ കാലഘട്ടത്തിൽ ബഹുഭൂരിപക്ഷം നെറ്റിൽ കൂടിയും മൊബൈലിൽ കൂടിയും അശ്ലീലത്തിൽ കൂടിയും കഴിഞ്ഞുകൂടുന്ന സന്ദർഭം. അതാണ് തഹജ്ജുദ്. അതാണ് ജനങ്ങൾ ഒതുങ്ങുന്ന സമയം, അടങ്ങുന്ന സമയം. അടങ്ങൽ പല രൂപത്തിലുണ്ട്. അടങ്ങൽ ഒന്നിരിക്കലും തെറ്റിലൂടെ അടങ്ങുന്നവരുണ്ടായും, ചിലപ്പോൾ ഉറക്കത്തിലൂടെ അടങ്ങുന്നവരുണ്ടായിരിക്കും, ഓരോ കാലഘട്ടത്തിന്റെ സ്ഥിതി അനുസരിച്ച്. ഏതായാലും ആ തഹജ്ജുദ് അല്ലാഹ് ഇഷ്ടപ്പെട്ട രൂപത്തിലാവാൻ വേണ്ടി പാടുപെടണം. അത് നാം മറന്നു പോകരുത്. നമ്മുടെ റസൂലിന് മാത്രം നിർബന്ധമായതല്ല. ഈ ഹദീസിന്റെ വിശദീകരണത്തിൽ അത് റസൂലുള്ളാഹിക്ക് നിർബന്ധമായതായിരുന്നു എന്ന് കാണാം. മിനൽ ലൈലി ഫതഹജ്ജദ് ബിഹി നാഫിലതൻ ലക, നാഫിലതൻ എന്ന പദത്തിന് എന്താ അർത്ഥം വെച്ചത് മുഫസ്സിറുകൾ? ഫരീളതൻ ലക. എന്താണ്? ഫരീളതൻ ലക എന്നാണ് അർത്ഥം വെച്ചത്. അതാണ് നാം നബിയുടെ ജീവിതത്തിൽ നാം കണ്ടതായ ശൈലിയും. ഇപ്പോൾ നാം ഇതുവരെ പറഞ്ഞത് വളരെ ഷോർട്ടായിട്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ വെച്ചിട്ട് നൽകിയതായ, നമ്മുടെ കണ്ണുകൊണ്ട് ലോക മുസ്ലിങ്ങൾ കണ്ട, മനുഷ്യരാശി കണ്ടതായ ആ മഹാശ്രേഷ്ഠതകളും ആ മഹാബഹുമതികളും ആ മഹാബഹുമാനങ്ങളുമാണ്. പലയിടങ്ങളിലും റസൂലുള്ളാഹിനെ കൊല്ലാൻ വേണ്ടി പാടുപെട്ടപ്പോൾ അവിടെയെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്ഭുതകരമാം വിധം രക്ഷപ്പെടാൻ സാധിച്ചു. എന്ത് കാരണത്താൽ? അവരുടെ ആ സമീപനത്തിലൂടെ, അവരുടെ ആ പഞ്ചുരിയിലൂടെ. റസൂലുള്ളാഹി മസ്ജിദുൻ നബവിയിൽ നിന്നിട്ട് വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു അറാബി വന്നിട്ട് ബാക്കിൽ നിന്നിട്ട് ഇങ്ങനെ വലിച്ച് റസൂലുള്ളാഹിന്റെ മീതെയുള്ളതായ ആ മേത്തട്ടം വലിച്ചപ്പോൾ അത് കുറച്ച് കരിമ്പടം പോലത്തെ കട്ടിയുള്ളതായിരുന്നു. റസൂലുള്ളാഹിന്റെ ആ സുന്ദരമായ ആ മാർദ്ദവ ദേഹത്തിൽ അടയാളമുണ്ടാക്കി എന്നതാണ് റിപ്പോർട്ടകൻ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ച്. എന്നിട്ട് അല്ലാഹു നിനക്ക് തന്നത് എനിക്ക് തരണം എന്ന് രൂപത്തിൽ സംസാരിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബേക്കോട്ട് നോക്കി പുഞ്ചിരി തൂങ്ങി. എന്നിട്ട് ഉസാമയോടോ കൂടെയുള്ള ആളോട് പറഞ്ഞു, എന്താണ് വീട്ടിലുള്ളത് കൊടുത്തേക്ക്. അവിടെ ഒരു നിലക്കും അവരോട് കോപിക്കുകയോ ദേഷ്യപ്പെടുകയോ ചെയ്തില്ല. അങ്ങനെ ഏറ്റവും നല്ല രൂപത്തിൽ പെരുമാറുക എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധം കഴിഞ്ഞിട്ട് 3 ദിവസം എല്ലായിടങ്ങളിലും യുദ്ധം കഴിഞ്ഞാൽ വിശ്രമിക്കും.
അങ്ങനെയാണ് റസൂലുള്ളാഹിന്റെ സ്വഭാവം. പ്രത്യേകിച്ച് യുദ്ധത്തിൽ 99.9% വിജയിക്കലാണല്ലോ. പരീക്ഷിക്കാൻ വേണ്ടി മാത്രം 1-2 തവണ മധ്യത്തിൽ പരീക്ഷണമുണ്ടായി. ആ പരീക്ഷണം ഉഹദിലുണ്ടായി, ആ പരീക്ഷണം ഹുനൈനിലുണ്ടായി. എല്ലാ സമയത്തിലെല്ലാം എന്തായിരുന്നു? റസൂലുള്ളാഹിന്റെ യുദ്ധങ്ങൾ ശരിക്കും പരിപൂർണ്ണ വിജയത്തിലാണ്. വിജയം കഴിഞ്ഞാൽ വിജയം കൊണ്ടാടാൻ വേണ്ടി ഒരു 3 ദിവസം അവിടെ എന്ത് ചെയ്യും? അവിടെ ക്യാമ്പടിക്കും. ആ ക്യാമ്പടിക്കുന്ന ഏതോ യുദ്ധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്രമിക്കുന്ന സമയത്ത് റസൂലുള്ളാഹിയുടെ കൂടെയുള്ള വാട് നിലത്ത് വെച്ചിരിക്കുകയാണ്. ആ വാളെടുത്തിട്ട് ഒരു ശത്രു കയ്യിൽ ഏന്തി എന്നിട്ട് പറഞ്ഞു, മുഹമ്മദേ, നിന്നെ ആരാ എന്നിൽ നിന്നിട്ട് രക്ഷപ്പെടുത്തുക? ഞാൻ എന്റെ കയ്യിലാണ് ഇപ്പോൾ വാള്, നിങ്ങളാണെങ്കിൽ നിരായുധരാണ്. ഇപ്പോൾ എന്നെ കൊണ്ട് എന്ത് കാട്ടാൻ സാധിക്കും? റസൂൽ കടുക്കുകയാണ്, വിശദിക്കുകയാണ്. വെട്ടാണെങ്കിൽ വെട്ടുകയും ചെയ്യാമെന്ന അർത്ഥത്തിലേക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരി തൂങ്ങിക്കൊണ്ട് പറഞ്ഞു, അല്ലാഹ് പറഞ്ഞു. അള്ളയാണ് രക്ഷപ്പെടുത്തുക. എന്നെ മുർസലായ റസൂലായി നിയോഗിച്ച അള്ളാഹ് എന്നെ രക്ഷപ്പെടുത്തുക തന്നെ ചെയ്യും. അയാൾ വിറച്ചിട്ട് വാള് താഴെ വീണു. കൈ വിറച്ചിട്ട് വാള് താഴെ വീണു. വെറും രസത്തിന് വേണ്ടി മാത്രം ചില റിപ്പോർട്ടുകളിൽ കാണുന്ന ആ വാൾ റസൂൽ എടുത്തിട്ട് ഇപ്പോൾ എന്നെ തൊട്ട് നിന്നെ ആരാ രക്ഷിക്കുക എന്ന് ചോദിച്ചു. അപ്പോൾ നിങ്ങളുടെ നല്ല സമീപനം, നിങ്ങളുടെ ആ മാഫ് അല്ലാതെ വേറൊന്നും എനിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ചില റിപ്പോർട്ടുകളിൽ കാണുന്നു അതിന്റെ സിഹത്തിനെ കുറിച്ച് ചർച്ചയുമുണ്ട്. അദ്ദേഹം മുസ്ലിമായി. പക്ഷേ നിങ്ങൾ ഈ കേൾക്കുന്ന ബുഖാരിയൊക്കെയുള്ള ഭാഗമാണ്, സഹിഹ ഭാഗമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ സുന്ദരമായ ആ ആകർഷണീയമായ സമീപനത്തെ കുറിച്ച് അദ്ദേഹത്തിന്റെ കൗമിനോട് പോയിട്ട് അദ്ദേഹം വാർത്ത പറഞ്ഞു എന്നാണ്. ഇങ്ങനെ ഒരു വ്യക്തിയെ ഞാൻ കണ്ടു, അത്ഭുതം, മനുഷ്യൻ. അദ്ദേഹം കൊല്ലാനുള്ള ചാൻസ് കിട്ടിയിട്ട് പോലും എന്നെ കൊല്ലാതെ മാഫ് ചെയ്ത് കളഞ്ഞു എന്നൊക്കെ അവരോട് പോയി പറയുകയും ചെയ്തു. പ്രത്യേക സംശയമേ ഇല്ല, അങ്ങനെയുള്ള രംഗങ്ങളൊക്കെ അവർക്കത് തഹ്സീറുണ്ടാക്കി മാറ്റുകയും അത് ദഅവത്ത് രംഗത്തിൽ അതിൽ നേട്ടങ്ങൾ നേടാൻ, റസൂൽ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ അത് സഹായകമാവുകയും ചെയ്യും എന്നതിൽ സംശയമേ ഇല്ല. നാം ഇതുവരെ പറഞ്ഞത് അല്ലാഹുവും ഖുർആനിലൂടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിലൂടെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റു നബിമാരിൽ നിന്നിട്ടും മറ്റു മനുഷ്യന്മാരിൽ നിന്നിട്ടും എല്ലാവരിൽ നിന്നിട്ടും അതുല്യ വ്യക്തിത്വമായി മാറിയതായ പ്രത്യേകതകൾ വെട്ടിച്ചില്ലത് മാത്രമാണ്. ധാരാളമുണ്ട്, നീട്ടി വലിച്ച് പറയാൻ. 100 സുയൂത്തി അദ്ദേഹത്തിന്റെ ഖസാഇസുൽ കുബ്ര എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. അതിൽ നബിക്ക് പ്രത്യേകത, നബിയുടെ ഉമ്മത്തുകൾക്ക് പ്രത്യേകത എല്ലാം വെവ്വേറെയായിട്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഖസാഇസുൽ കുബ്ര എന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞു വരുന്നത് അങ്ങനെയുള്ള വിശാലമായി ചർച്ച ചെയ്യേണ്ടതായ സബ്ജക്റ്റിൽ ചില ഭാഗമാണ് നിങ്ങളെ ഞാൻ കൽപ്പിച്ചത്. ഒരവസരത്തിൽ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയുടെ ഡെപ്യൂട്ടി മന്ത്രി, അതിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന താഴെ മന്ത്രി, ഡെപ്യൂട്ടി മന്ത്രി, ഒരു മലയാളിയാണ്, പഴയ കാലം. അദ്ദേഹം എന്നെ സന്ദർശിക്കാൻ വേണ്ടി വന്നു. സയ്യിദ് എന്ന അദ്ദേഹത്തിന്റെ പേര്, അന്താമാൻകാരനാണ്. അദ്ദേഹം വിദേശകാര്യമന്ത്രി ആവാൻ അല്ലെങ്കിൽ അതിനും അപ്പുറം ഉള്ള പദവിയിലേക്ക് എത്താൻ സാധ്യതയുള്ള മനുഷ്യനായിരുന്നു. പക്ഷേ അദ്ദേഹം രോഗം പിടിച്ചു മരണപ്പെട്ടു. അദ്ദേഹത്തിന് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. അദ്ദേഹം എന്നോട് പറഞ്ഞു, അദ്ദേഹം ഐക്യരാഷ്ട്രസഭയിൽ പോയി മടങ്ങി വരുന്ന സന്ദർഭത്തിൽ, സംഭവം ഒരു 20 കൊല്ലം മുമ്പ്, ഏകദേശം 1/4 നൂറ്റാണ്ടോ 20 കൊല്ലം, എന്നോട് പറഞ്ഞു, മൗലവി, ഞാൻ ഐക്യരാഷ്ട്രസഭയിൽ ഒരു സമ്മേളനത്തിന് പോയി മടങ്ങി വരാണ്. ഞാനവിടെ ഒരു അത്ഭുതം കണ്ടു. ഞാൻ ചോദിച്ചു, എന്താണ് അത്ഭുതം കണ്ടത്? ഞാനവിടെ ഒരു പുസ്തകം വായിച്ചു. എന്താണ് ആ പുസ്തകം? പുസ്തകം മൈക്കൽ ഹാർട്ട് എന്ന് പറയുന്ന ഒരു വ്യക്തി എഴുതിയ പുസ്തകമാണ്. അദ്ദേഹം 100 വ്യക്തിത്വത്തെ അതിൽ വിശദീകരിക്കുന്നുണ്ട്. 100 വ്യക്തിത്വം, അതായത് അറബി ഭാഷയിൽ ഖാലിദൂന അൽമിയ എന്ന് നെറ്റിൽ കാണാം. അത് പിൻകാലഘട്ടത്തിൽ നെറ്റ് വന്ന ശേഷം, ഇത് ഞാൻ നേരിട്ട് മൂവരോട് കേട്ട വാർത്തകളാണ്. അദ്ദേഹം അത്ഭുതപ്പെട്ടുകൊണ്ട് പറയാണ്, ആ വ്യക്തി എഴുതിയ പുസ്തകം ഞാൻ വായിച്ചു. അതും ഐക്യരാഷ്ട്രസഭയിലുള്ള ലൈബ്രറി വലിയ പ്രാധാന്യം നൽകുന്ന അവിടെ വെച്ചിരിക്കുകയാണ് ആ പുസ്തകം. അത് ഞാൻ പരിശോധിച്ച് നോക്കിയപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയോ അല്ലെങ്കിൽ ജൂതനായിരിക്കും. അപ്പോൾ അദ്ദേഹം ഒരു പക്ഷേ മൂസയെ പറയും അല്ലെങ്കിൽ ഈസയെ പറയും എന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെ ഞാൻ പുസ്തകം വായിച്ചു നോക്കിയപ്പോൾ അതിൽ കണ്ടത്, ആദ്യമായിട്ട് ലോകത്തിൽ ഏറ്റവും വലിയ പ്രത്യേകത, അതുല്യ നേതൃത്വം എന്ന് പറയാൻ പറ്റുന്നൊരു വ്യക്തി ഉണ്ടെങ്കിൽ അത് മുഹമ്മദ് നബിയാണെന്ന് ഞാൻ വായിച്ചു. അതിൽ എനിക്ക് വളരെ അത്ഭുതം തോന്നി മൗലവി. മൂപ്പർ എന്നോട് പറഞ്ഞു. എന്നിട്ട് മൂപ്പർ വിശദീകരണം നൽകുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞ വിശദീകരണം എന്താണ്, എന്തുകൊണ്ട് ഞാൻ സെലക്ട് ചെയ്യാൻ കാരണം, മറ്റു നേതാക്കളൊക്കെ പട്ടണവാസികളോടുകൂടി നേതൃത്വം വഹിക്കുന്ന സന്ദർഭത്തിൽ അവിടെ നിന്ന് പേരും പെരുമയും എടുക്കാൻ സാധിക്കും. അങ്ങനെയുള്ള പേരും പെരുമയും എടുക്കാൻ സാധിക്കുന്ന ഒരു വലിയ പട്ടണത്തിൽ ജീവിച്ച വ്യക്തി അല്ലായിരുന്നു മുഹമ്മദ്. ഗ്രാമീണന്മാരുടെ മധ്യ ജീവിച്ച ഒരു വ്യക്തിയായിരുന്നു, ആട്ടിടനായ ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് ഈ രൂപത്തിൽ എന്തുകൊണ്ട് ജനങ്ങളെ പരിഷ്കരിച്ചെടുക്കാൻ, സംസ്കരിച്ചെടുക്കാൻ അല്പവർഷങ്ങളിലൂടെ സാധിച്ചു എന്നതിനെ കുറിച്ച് അദ്ദേഹം പഠനം നടത്തി നോക്കിയപ്പോൾ ആ രൂപത്തിൽ പ്രവർത്തിച്ച അദ്ദേഹം
നിഷ്പക്ഷ ബുദ്ധി കൊണ്ട് ചിന്തിച്ച വ്യക്തിയായിരിക്കാം. അതുകൊണ്ടാണ് ആ റിസൾട്ടിലേക്ക് എത്താൻ കാരണം ഈ ഒറലിസ്റ്റുകാരുടെ സ്വഭാവം, ഒറലിസം എന്ന വിഷയത്തിൽ തന്നെ ഈ സാധു പുസ്തകം എഴുതിയിട്ടുണ്ട് അറബി ഭാഷയിൽ. ഇവിടെ ആ വിഷയത്തിൽ ഖുർആൻ ട്രെയിനിംഗ് കോർപ്പറേഷന്റെ കീഴിൽ ഒരു സമ്മേളനം നടന്ന സന്ദർഭത്തിൽ അവരാവശ്യപ്പെട്ടതനുസരിച്ചിട്ട്. അതുകൊണ്ട് ഒറലിസം എന്ന വിഷയത്തെക്കുറിച്ച് അല്പ കാര്യങ്ങളൊക്കെ എനിക്കറിയാം. അതിൽ ഒറലിസ്റ്റുകാരുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ് എന്ത്, അവരിൽ പല ഇനങ്ങളുണ്ട്. അതിൽ നിഷ്പക്ഷമായി പഠനം നടത്തി അവസാനം ഇസ്ലാമിലേക്ക് എത്തിയവരുണ്ട്. ഒറലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? കിഴക്ക് നാട്ടുകാരായ മുസ്ലിങ്ങളിൽ നിന്നിട്ട് അവരുടെ ഇൽമിനെ പഠിച്ച് ഗവേഷണം ചെയ്ത് പഠിച്ച് ആ ഇൽമിലൂടെ ജനങ്ങളിലേക്ക് ഒന്നിരിക്കലോ നന്മ അല്ലെങ്കിൽ അതിനെ വളച്ചൊടിച്ച് തിന്മ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി പാടുപെടുന്ന വിഭാഗമാണ്. അവര് ആരുടെ സൃഷ്ടിയാണ്? വേൾഡ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ സൃഷ്ടിയിൽപ്പെട്ടതായിരിക്കാം ഏകദേശം. എല്ലാവരും അങ്ങനെ എനിക്ക് വാദമില്ല, പക്ഷേ നല്ലൊരു ശതമാനം അങ്ങനെയാണ്. എന്തുകൊണ്ട്? ഒറലിസ്റ്റുകാർ ഖുർആനിനെ വളച്ചൊടിച്ചിട്ട് ധാരാളം ട്രാൻസ്ലേഷൻ ചെയ്തിട്ടുണ്ട്, ധാരാളം തെറ്റിയ രൂപത്തിൽ പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്, അവരുടെ ഹവയ്ക്കനുസരിച്ച് പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട് ഒറലിസ്റ്റുകാർ. അക്കൂട്ടത്തിൽ നമുക്കറിയാം, ഇവിടെ നെറ്റ് വരുന്നതിന് മുമ്പ്, കമ്പ്യൂട്ടർ വരുന്നതിന് മുമ്പ് മുസ്ലിം വിദ്യാർത്ഥികൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസിനെ ഉപയോഗപ്രദമാക്കാൻ വേണ്ടി അവരുപയോഗിക്കുന്നതായ മുഅ്ജമുൽ മുഫഹറസ് ലിൽ അഹാദീസ് നബവിയ്യ എന്ന ഒരു മുഅ്ജമുണ്ട്, അല്ലേ? അറിയാമല്ലോ, ഒരു 7 വാല്യമുണ്ടത്. മുഅ്ജമുൽ മുഫഹറസ്, വിങ് സിംഗ് എന്തോ അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം ഓറലിസ്റ്റുകാരനാണ്. അദ്ദേഹം ലീഡിൻ ആ ഭാഗത്തുള്ള ജർമ്മൻ ഭാഗത്തുള്ള മനുഷ്യനാണ്. അദ്ദേഹം നിഷ്പക്ഷ ബുദ്ധി കൊണ്ട് ആണ് ചിന്തിച്ചത്. കാരണം മൂപ്പര് ഡോക്ടറേറ്റ് എടുക്കാൻ വേണ്ടി എഴുതിയ റിസർച്ച് ആയിരിക്കാം. ഏതായാലും ആ പുസ്തകം പരിശോധിച്ച് നോക്കിയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസ്, അൽഫ് കൊണ്ട് തുടങ്ങുന്ന ഹദീസ്, അത് ഒരേ സ്ഥലത്ത് ഒരു 60,000-ഓളം റസൂലുള്ളാഹിന്റെ ഹദീസുകളെ, സഹീഹായതും അല്ലാത്തതുമായ ഹദീസുകളെ ഏകദേശം മുമ്പിൽ വെച്ചിട്ടാണ് മൂപ്പര് പഠനം നടത്തുന്നത്. ആലോചിച്ച് നോക്കൂ, അയാൾ അമുസ്ലിമാണ്, അയാൾ പഠനം നടത്താണ്. എന്തിനാ? റസൂലുള്ളാഹിന്റെ ഹദീസിനെ. എന്തിനു വേണ്ടി? അലിഫ് കൊണ്ട് തുടങ്ങുന്നത് മുഅ്ജമാണ് എഴുതിയത്, ഇൻഡെക്സ് ആണ്. അപ്പോൾ അലിഫ് കൊണ്ട് തുടങ്ങുന്നത് വേറെ, ബാ കൊണ്ട് തുടങ്ങുന്നത് വേറെ, അങ്ങനെ വെവ്വേറെ ആയിട്ട് എഴുതിയതായിട്ട് കാണാം. അത് ഈ നെറ്റൊക്കെ വരുന്നതിന് മുമ്പ്, അതിനു മുമ്പ് കമ്പ്യൂട്ടർ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഈ മുസ്ലിം വിദ്യാർത്ഥികളൊക്കെ ഉപയോഗപ്രദമാക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ റിസർച്ചിന് വേണ്ടി ഉപയോഗിച്ചതായ ഒരു മഹാഗ്രന്ഥമായിരുന്നു അത്. അദ്ദേഹം ഓറലിസ്റ്റുകാരനാണ്, മനസ്സിലായില്ലേ? അദ്ദേഹം മുസ്ലിം ആയതായിട്ട് എന്റെ അറിവിലില്ല. ചില ആൾക്കാരൊക്കെ പുസ്തകത്തിന്റെ പുറത്ത് റഹ്മത്തുള്ളാഹി അലി എന്നൊക്കെ എഴുതിയായിട്ട് കാണുന്നുണ്ട്. അല്ലാഹു അഅലം. മുസ്ലിം ആണെങ്കിൽ അങ്ങനെ പ്രാർത്ഥിക്കാം. പറഞ്ഞു വരുന്നത്, അതുകൊണ്ട് അവരിൽ നിഷ്പക്ഷ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്നവരെ, നാം ഈ കേട്ട മൈക്കൽ ഹാർട്ട് എന്ന് പറഞ്ഞ വ്യക്തിയുണ്ടല്ലോ, അദ്ദേഹം ആ രൂപത്തിൽ പഠിച്ചത് കൊണ്ടാണ് ആ റിസൾട്ടിലേക്ക് എത്താൻ സാധിച്ചത്. പക്ഷെ അദ്ദേഹം പഠിക്കുമ്പോൾ മുഹമ്മദ് ഇത്രയും ഉയർന്ന സ്റ്റാൻഡേർഡിലേക്ക് എത്തിയ വ്യക്തിത്വമാണെന്ന് പറയാൻ അദ്ദേഹം റസൂലുള്ളാഹിയെ കുറിച്ച് നമുക്ക് പരിചയമുള്ള അബൂ സുഫിയാനോട് ഹിറക്കൽ ചക്രവർത്തി നടത്തിയതായ ആ സംഭാഷണമൊക്കെ അദ്ദേഹം വായിച്ചു കാണും. അവസാനം ആ ഹിറക്കൽ ചക്രവർത്തി, നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണെങ്കിൽ അല്ലയോ അബൂ സുഫിയാനെ, അല്ലയോ മക്കക്കാരെ, അല്ലയോ അറബികളെ, ഞാനിരിക്കുന്നതായ ഈ സ്ഥാനത്തെ അദ്ദേഹം കീഴ്പ്പെടുത്തും എന്നൊക്കെ മുഹമ്മദ് നബി പറഞ്ഞത് അദ്ദേഹം വായിച്ചു കാണും, സംശയമേ ഇല്ല. അതിനൊക്കെ പുറമെ നമ്മുടെ നേതാവായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുദ്ധത്തിന് എത്ര യുദ്ധങ്ങൾ ചെയ്തു, അതൊക്കെ മൂപ്പര് വായിച്ചു കാണും. കാരണം മുഹമ്മദിനെ കുറിച്ച് ഒരു വിധി പറയണമെങ്കിൽ അങ്ങനെ ഒരു തീർത്ത തീരുമാനം മൂപ്പരുടെ, ഞാൻ എന്തുകൊണ്ട് മുഹമ്മദിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞു എന്നതിനെ കുറിച്ച് മൂപ്പര് പറയുന്നുണ്ട്. എന്റെ കൂടെ അത് ഇപ്പോൾ ഉണ്ട്, പക്ഷേ സമയമില്ല വായിക്കാൻ, അതിന്റെ ആവശ്യമില്ല. ചുരുക്കത്തിൽ മൂപ്പര് നീട്ടി വലിച്ച് പറയുന്നുണ്ട് മുഹമ്മദിനെ കുറിച്ച് ഞാൻ അങ്ങനെ തീരുമാനിക്കാൻ കാരണം എന്തുകൊണ്ട് എന്ന്. അപ്പോൾ ധാരാളമായി മുഹമ്മദിനെ കുറിച്ച് സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം പഠിച്ച് നിഷ്പക്ഷ ബുദ്ധി കൊണ്ട് ചിന്തിച്ചപ്പോൾ നല്ല റിസൾട്ടിലേക്ക് എത്താൻ സാധിച്ചു എന്നതാണ്. എന്നിട്ട് 3-ാം നമ്പറാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈസ നബിക്ക് നൽകുന്നത്. 2-ാം നമ്പർ വേറൊരു വ്യക്തിക്ക് നൽകിയത്. മനസ്സിലായില്ലേ? മൂപ്പര് ഒരഭിപ്രായത്തിൽ ക്രിസ്ത്യാനിയാണ്. ഞാൻ ഇന്ന് വായിച്ചു നോക്കിയപ്പോൾ അദ്ദേഹം ജൂതനാണെന്ന് മനസ്സിലായത്. ഏതായാലും നമുക്ക് വിഷയം എന്താണ്? അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 100 വ്യക്തികളെ ഭൂമിയിൽ ജീവിച്ച ഖാലിദീങ്ങൾ എന്ന് പറയാൻ പറ്റുന്ന, അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറയാൻ പറ്റുന്നതായ പേരും പെരുമയുമുള്ള അതുല്യ ജീവിതം നയിച്ച 100 വ്യക്തിത്വങ്ങളെ പറഞ്ഞപ്പോൾ അതിൽ ഒന്നാമനായിട്ട് പറഞ്ഞത് നമ്മുടെ നിശിദീ നേതാവായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിനെയാണ്. ആ
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വിശുദ്ധ ഭൂമിയിൽ മദീനയിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ മദീനത്തുള്ളതായ ദഅവത്തൊക്കെ ഏകദേശം പരിപൂർണമാക്കി ഇവിടെയുള്ള പരിസരത്തുള്ളതായ അനിസ്ലാമിക ചിന്താഗതികളോടൊക്കെ അതിനെ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയുള്ളതായ ആ ശുദ്ധീകരിക്കാനുള്ളതായ പരിശ്രമം നടത്തി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായിട്ട് നയിച്ചതായ ഒരു പട്ടാളമായിരുന്നു. അതിനു മുമ്പ് മൂത്തത്തിലേക്ക് അയച്ചു. മൂത്തത്തിൽ യുദ്ധം നിങ്ങൾക്കറിയാമല്ലോ, ബൽഖ നടന്ന യുദ്ധമാണ്, പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതും ആരാണ്? ഹസ്സാൻ എന്ന രാജാവിന്റെ ഒക്കെ കീഴിലുള്ളതായ അവരുടെ ഖലീഫുകളായി ഹുലഫാകളായി ജീവിക്കുന്ന അറബികളുടെ നാട്ടിലുള്ള ആ ഭരണകൂടം, ആ ഭരണകൂടത്തിൽ നിന്നിട്ട് ഒരു വ്യക്തി റസൂലുള്ളാഹിന്റെ പ്രതിനിധിയെ വധിച്ചപ്പോൾ അദ്ദേഹത്തോട് പകരം ചോദിക്കാൻ വേണ്ടിയാണ് റസൂലുള്ളാഹി പട്ടാളത്തെ അയക്കുന്നത്. എന്നിട്ട് തുല്യതയില്ല എന്ന് നമുക്ക് പെട്ടെന്ന് ബാഹ്യരൂപത്തിൽ തോന്നുന്നതായ ഒരു ചെറിയ പട്ടാളം 3000 പേര് അവിടെ 2 ലക്ഷത്തിൽ പരം പട്ടാളത്തോട് നേരിടേണ്ടി വന്നു. റസൂലുള്ളാഹിക്ക് കൈമറിയുകയില്ലല്ലോ. പക്ഷെ കൈമറിയില്ലെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ഹിക്മത്തിലൂടെ അവർക്കുള്ള കഴിവ് കൽപ്പിലൂടെ നിസാരത്തിന്റെ ബുദ്ധി കൊണ്ട് ചിന്തിക്കുന്ന റസൂല് എന്ത് ചെയ്തു? നിങ്ങളോട് ഞാൻ ഏൽപ്പിച്ചതായ 3 നേതൃത്വങ്ങൾ മരണപ്പെട്ടു പോയാൽ, ഷഹീദായി പോയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? മിണ്ടാതിരിക്കരുത്, മടങ്ങി വരരുത്, നിങ്ങൾ പരാജയപ്പെട്ടുകൊണ്ട് പിന്തിരിഞ്ഞ് പോകരുത്. മറിച്ച് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്നിട്ട് ഒരു വ്യക്തിയെ നിങ്ങൾ സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞു. ഇതൊക്കെ റോമൻകാരുമായുള്ള ഏറ്റുമുട്ടലാണ്. ഇതൊക്കെ നാം ചർച്ച ചെയ്യുന്ന മൈക്കിൾ ഹാർത്ത് വായിച്ചതാണ്. മനസ്സിലായില്ലേ? അങ്ങനെ എന്ത് ചെയ്തു? മുസ്ലിം പട്ടാളം സെലക്ട് ചെയ്തത് ആരെയാണ്? ഖാലിദ് ഇബ്നു വലീദിനെയാണ്. അള്ളാഹുന്റെ ഉരപ്പെട്ട വാളിയും റസൂൽ വിശേഷിപ്പിച്ച വ്യക്തിയാണ്. അത് എവിടുന്ന് കിട്ടിയ പേര്? റസൂൽ ഈ വാർത്ത കമ്പിയിലൂടെ അഥവാ വഹിയിലൂടെ റസൂലുള്ളാഹിക്ക് മദീനയിലേക്ക് വരികയാണ്. മദീനയിൽ ഇരുന്നിട്ട് സഹിഹ ബുഖാരിയിലും മുസ്ലിമിലൊക്കെ ഉള്ള പല ഹദീസുകളിലും ഇബ്നു സഅദും തബഖാത്തിലൊക്കെ ധാരാളം സ്ഥിരീകരിക്കപ്പെട്ടതായ റിപ്പോർട്ടുകളിലൂടെ വന്നതായ വാർത്തകളാണ്. റസൂൽ ഇവിടെ ഇരുന്നിട്ട് വാർത്തകൾ പറയുകയാണ്. ഇന്നാള് പതാക പിടിച്ചു, അദ്ദേഹം ഷഹീദായി, പിന്നെ ഇന്നാള് പതാക പിടിച്ചു, അദ്ദേഹം ഷഹീദായി, പിന്നെ ഇന്നാള് പതാക പിടിച്ചു, അദ്ദേഹം ഷഹീദായി. പിന്നെ ജനങ്ങൾ മുസ്ലിം പട്ടാളം ഒരുമിച്ച് കൂടിയിട്ട് എന്ത് ചെയ്തു? റസൂലുള്ളാഹി മുൻകൂട്ടി വിവരം നൽകിയതനുസരിച്ചിട്ട് ഒരു വ്യക്തിയെ തെരഞ്ഞെടുത്തു. അതാരാണ്? സൈഫുല്ലാഹ്, അള്ളാഹുവിന്റെ ഉരപ്പെട്ട വാളിനെയാണ്, ഖാലിദിനെയാണ്. ഖാലിദ് അദ്ദേഹം മുസ്ലിമായ കാലഘട്ടത്തിൽ പരാജയപ്പെട്ടിട്ടില്ല ഒരു യുദ്ധത്തിലും, മുസ്ലിമായ കാലഘട്ടത്തിലും പരാജയപ്പെട്ടിട്ടില്ല ഒരു യുദ്ധത്തിലും. അതാണ് ഖാലിദിന്റെ പ്രത്യേകത. നമുക്ക് പലപ്പോഴും ഞാൻ തന്നെ നിങ്ങളെ കേൾപ്പിച്ചിട്ടുണ്ട്. 90 മഅറകതൻ മറത്ത് മുഹജ്ജലതൻ മിൻ ബഅദി 10 അനാനുൽ ഫത്ഹി മൂലിഹ ഫഖാലിദ് ഫീ സബീലില്ലാഹി മുശ്ഇലുഹ വഖാലിദ് ഫീ സബീലില്ലാഹി മുസ്കിഹ എന്ന് കവി പാടിയത് അദ്ദേഹത്തിന്റെ പോരാട്ടങ്ങളെക്കുറിച്ചും വിജയങ്ങളെക്കുറിച്ചുമാണ്. അങ്ങനെയുള്ള മഹാനായ ഖാലിദ് വലീദ് യുക്തിയുക്തം, തുല്യതയില്ല. ഈസ നബിയെ കുറിച്ച് അല്ലാഹുവിന്റെ റസൂല് കാമത്താളാകുമ്പോൾ ഈസ നബിയുടെ ദജ്ജാലിനോട് പോരാടും. ദജ്ജാലിനെ കൊല ഈസിയാണെന്ന് നമുക്കറിയാമല്ലോ, അല്ലേ? അതറിയില്ലേ? അതെ, അവസാനം ഒരു പോരാട്ടം മുസ്ലിങ്ങൾ ഇവിടെ നടത്തും. ഷാമിൽ വെച്ചിട്ടാണ് അവസാനം ആ പോരാട്ടം. ലോകത്തിലുള്ള അന്നത്തെ ഏറ്റവും ഉയർന്ന അള്ളാഹ് ബഹുമാനിച്ച് ആദരിച്ചൊരു മഹാപട്ടാളമാണ് നേരിട്ടിട്ട് അവസാനം എന്ത് ചെയ്യും? ഈസ നബി അലൈഹി സ്വലാം വാനലോകത്തിൽ നിന്നിട്ട് വീണ്ടും അവരെ കഥ കഴിച്ചു കഴിഞ്ഞതിന് ശേഷമാണ് ഈസ നബിയുടെ ഭരണകൂടം നല്ല സുന്ദരമായ ആസ്വാദ്യകരമായ മരിച്ചോരി ജീവിച്ച് കിട്ടിയാൽ തനിക്കിടില്ലായിരുന്നേ എന്നൊക്കെ പൂതി വെക്കുന്ന രൂപത്തിലുള്ള ഭരണഘടന നടത്തിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തോട് വിരാമപ്പെടുന്ന സമയത്താണ് യജൂജ് മൗജൂജിന്റെ വരവേൽപ്പ്. അവിടെ തുല്യതയില്ലാത്തത് കൊണ്ട് ദജ്ജാലിനോടും ദജ്ജാലിന്റെ പട്ടാളത്തോടും പോരാടാൻ അള്ളാഹ് അനുവദിച്ചിട്ട് ഇവിടെ അനുവദിച്ചില്ല. ഈസയോടൊന്ന് പറഞ്ഞു, ഈസാ നബി അലൈഹി സ്വലാമിനോട്, നിങ്ങളുടെ കൂടെയുള്ള അതുച്ഛ മുസ്ലിങ്ങളുമായിട്ട് നിങ്ങൾ തൂർ എന്ന പർവ്വതത്തിലേക്ക് കയറി അഭയം തേടിക്കൊള്ളുക. എന്തുകൊണ്ട്? തുല്യതയില്ല. ഒരു നിലക്കും പോരാടിയാൽ വിജയിക്കാൻ പറ്റും. ആരോടും? യജൂജ് മൗജൂജിനോട് അറ്റമില്ല മനുഷ്യന്മാരാണത്. ഉദാഹരണം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. എന്നതുപോലെ ഇവിടെ തുല്യതയില്ല എന്ന് ഖാലിദ് കണ്ടപ്പോൾ പരാജയപ്പെട്ടു ഓടാൻ പറ്റൂലല്ലോ, റസൂലുള്ളാഹിന്റെ പട്ടാളമല്ലേ. എന്ത് തീരുമാനിച്ചു? ഖാലിദ് അല്പം ബേക്കോട്ടടിച്ചു. അവരുടെ ശ്രദ്ധയിൽ നിന്നിട്ട് വിട്ടു എന്ന് കണ്ടപ്പോൾ ഈ 3000 പേരെ തന്നെ പൗപ്പത്ത് ആൾക്കാരെ വെവ്വേറെ ദൂരം നിർത്തി. എന്നിട്ട് ഒന്നിച്ചിട്ട് കടന്നു വന്നപ്പോൾ ശത്രുക്കൾ മനസ്സിലാക്കി സഹായം മദീനയിൽ നിന്നിട്ട് വന്നു. ഇനി വിജയിക്കാൻ പറ്റൂല, എല്ലാവരും പിന്തിരിഞ്ഞോടി. അങ്ങനെ അദ്ദേഹത്തിന്റെ ഹിക്മത്ത് കാരണത്താൽ അവിടെ ആ യുദ്ധത്തിൽ വിജയം കൈവരുത്തിയും കൊണ്ടുവരാൻ സാധിച്ചു. ആ സന്ദർഭത്തിലാണ് തല അൽ ബദ്റു അലൈനാ മിൻ സനിയാത്തിൽ വദാ എന്നുള്ള പദ്യങ്ങളൊക്കെ ചൊല്ലിയിട്ട് മുസ്ലിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ പട്ടാളത്തെ സ്വീകരിക്കാൻ വേണ്ടി ഇവിടെ ചെന്നു എന്നൊക്കെ ചില കഥകൾ പറയുന്ന, സീറകൾ പറയുന്ന ഗ്രന്ഥത്തിലൊക്കെ ആ ഭാഗങ്ങളും പറയുന്നതായിട്ട് കാണാം. പറഞ്ഞു വരുന്നത് ഇങ്ങനെ ഉള്ളതായ രംഗങ്ങളൊക്കെ ഇദ്ദേഹത്തിന്റെ ദൃഷ്ടിയിൽപ്പെട്ട് കാണും എന്നതോടൊപ്പം
ഇതെല്ലാം ചെയ്തത് അദ്ദേഹം സ്ഥാപിച്ചു വരുന്നതായ ഭരണകൂടത്തിന്റെ ഭദ്രതയ്ക്ക് വേണ്ടിയാണ്. ആ ഭദ്രത നിലനിൽക്കണമെങ്കിൽ ഭൂമിയുടെ നീരെ ഏറ്റവും വലിയ വൻശക്തിയായിട്ട് നിലകൊള്ളുന്നതായ മഹാപട്ടാളമാണ് ഹിറക്കൽ ചക്രവർത്തിയുടെ പട്ടാളം. ആ പട്ടാളത്തെ ഒന്ന് പേടിപ്പിക്കണം എന്നത് മുഹമ്മദിന്റെ തീരുമാനമാണ്. അത് നല്ല തീരുമാനമാണ് എന്ന് അദ്ദേഹത്തിന് തോന്നിയതുപോലെ ഏതുപോലെ ഇദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ട് കാണും. തബൂക്ക് യുദ്ധത്തിലേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ നിന്നിട്ട് പോയതായ സന്ദർഭത്തിൽ സുബ്ഹാനല്ലാഹ് 40,000 പട്ടാളം അവിടെ ഒരെണ്ണം അനുസരിച്ച് കൂടുതൽ പറഞ്ഞവരുണ്ട്. ശത്രു പട്ടാളം തബൂക്കിന്റെ അഥവാ ഇപ്പോൾ പറയുന്ന ഷാമിന്റെ അതിർത്തിയിൽ റോമൻ പട്ടാളം അവിടെ തയ്യാറായി എല്ലാ നിലക്കും ഡാൻസാടി കുടിച്ച് മതിച്ച് ഒരുങ്ങി തയ്യാറെടുത്ത് മുസ്ലിങ്ങളെ കഥ കഴിക്കാൻ ഇരിക്കുകയാണ്. റസൂലും സഹാബത്തും ഇവിടുന്ന് 30,000-ഓളം പേര് അല്ലെങ്കിൽ അതിൽ അല്പം കൂടുതൽ കുറവ് അവിടേക്ക് എത്തി. അവിടെ ക്യാമ്പടിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല ബലീഗത്തായ ഒരു ഖുത്ബ നടത്തിയതാണ്. സഹാബാക്കളോട് നല്ല ആവേശവും ഉന്മേഷവും നടക്കുന്ന ഇപ്പോൾ നടത്തുന്ന എന്തേ ഇത് റസൂലുള്ള യുദ്ധം ചെയ്യാൻ വേണ്ടി പോകാൻ കാരണം തന്നെ മുസ്ലിങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി റോമൻകാർ വരുന്നുണ്ട് എന്ന വാർത്ത ഗസ്സാൻ രാജാവ് എന്ന് പറഞ്ഞാൽ അവരുടെ കീഴിലുള്ള അറബി രാജാക്കളാണ്. അപ്പോൾ അവരുടെ റോമൻകാരുടെ കീഴിൽ ജീവിക്കുന്ന അറബി രാജാക്കന്മാരുടെ അടുക്കിലേക്ക് ചെന്നിട്ട് റസൂലുള്ളാഹിന്റെ സിയടിമാരാകുന്ന പ്രതിനിധികൾ കൊണ്ടുകൊടുത്തതായ റിപ്പോർട്ട് അനുസരിച്ചിട്ടാണ് അങ്ങനെ പോകാൻ തന്നെ കാരണം. മുസ്ലിങ്ങൾ ഇവിടെ സുരക്ഷിതത്വം ലഭിക്കണമെങ്കിൽ എന്ത് വേണം? പരിസരത്തിലുള്ളതായ ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് പാഠം പഠിപ്പിക്കണം. ചുരുങ്ങിയാൽ അവരെ പേടിപ്പിക്കുകയും വേണം, മുമ്പത്തെ മൂത്തത്തെ യുദ്ധത്തിൽ പേടിപ്പിച്ചതുപോലെ. അങ്ങനെ നല്ലൊരു ഒരുക്കം ഒരുങ്ങി അവിടെ റസൂലുള്ളാഹിന്റെ അതിഗംഭീര പ്രസംഗം ബലീഗത്തായ എന്ന് പ്രത്യേകം സീറയുടെ ഗ്രന്ഥങ്ങൾ വിശേഷിപ്പിക്കുന്നു. പ്രസംഗം കഴിഞ്ഞതിന്റെ ശേഷം റസൂലുള്ളാഹിന്റെ എല്ലാ ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ നൽകിയതിന്റെ ശേഷം ഒരുങ്ങി നിൽക്കുന്ന സന്ദർഭത്തിൽ അവരുടെ സിയടിമാരൊക്കെ അന്വേഷിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അവർക്ക് ഉറപ്പായി ഇവിടെ യുദ്ധം നടക്കുക തന്നെ ചെയ്യുമെന്ന്. അപ്പോൾ അവിടുന്ന് ചോദിക്കപ്പെട്ടു, ആ ക്രിസ്തീയ പുരോഹിതന്മാര് വന്ന കൂട്ടത്തിൽ മുഹമ്മദ് ഉണ്ടോ എന്ന് കേട്ടപ്പോൾ നബിയോട് യുദ്ധം ചെയ്തിട്ട് വിജയിക്കാൻ അവർക്കറിയാം. യാരിഫൂനഹു കമാ യാരിഫൂന അബ്നാഅഹും, ഈ വ്യക്തിക്കടക്കം മൈക്കൽ ഹാർത്തിനടക്കം എല്ലാവർക്കും അറിയാം. എന്തറിയാം? സ്വന്തം മക്കളെ അറിയും പോലെ മുഹമ്മദ് നബി അള്ളാഹിന്റെ ദൂതരാണെന്ന് അവർക്കറിയാം. അള്ളാഹുന്റെ ദൂതരാണെന്ന് അറിവില്ലാത്തത് കൊണ്ടല്ല അവർ വിശ്വസിക്കാത്തത്. അതിന് പല കാരണങ്ങളുണ്ട് വിശ്വസിക്കാത്തതിന്. പക്ഷേ അവർക്ക് അറിയുന്നത് കൊണ്ട് തന്നെ ദൂതരോട് യുദ്ധം ചെയ്യാൻ ഞങ്ങളില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവര് സ്ഥലം വിട്ടു എന്നാണ്. സ്ഥലം വിട്ടു എന്ന് റസൂൽ സ്ഥലം വിട്ടോ? ഇല്ല. റസൂൽ എന്ത് ചെയ്തു? ആ മുസ്ലിങ്ങളുടെ ഇസ്ലാമാകുന്ന വിശുദ്ധ പ്രസ്ഥാനത്തിന്റെ ഭരണകൂടത്തിന് ഭദ്രത ഉണ്ടാക്കാൻ വേണ്ടി അവരുടെ നേതൃത്വങ്ങളെ കാണാൻ തീരുമാനിച്ചു. അങ്ങനെ അവരുടെ നേതൃത്വങ്ങളെ കാണാൻ വേണ്ടി ചെന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ എത്തിയപ്പോൾ യുഹന്ന ഇബ്നു റുഅബ എന്ന വ്യക്തിയെ കാണാൻ വേണ്ടി ചെന്നു. മൂപ്പരുമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ സൂചിപ്പിച്ച സംഭവമാണിത്. സുൽഹ് നടത്തി, മുഖാതബ നടത്തി, അഗ്രിമെന്റ്. എന്താണ് കരാറ്? നിങ്ങളുടെ കീഴിൽ ജീവിക്കുന്നവർക്ക് ഈ ദേശത്തിൽ സിറിയൻ അതിന്റെ പരിസരം, ഷാം അതിന്റെ പരിസരം, അവിടെയുള്ളതായ നാടുകളിലെല്ലാം അവർക്ക് സ്വതന്ത്രമായി ജീവിക്കാം, ഒരു പ്രയാസവുമില്ല. പക്ഷെ ഞങ്ങളുടെ കസ്റ്റഡിയിലായിരിക്കും നിങ്ങളുടെ ജീവിതം. അത് ഐലയിലാവട്ടെ, മീനയിലാവട്ടെ, ജർബായിലാവട്ടെ, അതുപോലെ തന്നെ അതുറുഹ് എന്ന സ്ഥലത്താവട്ടെ, ഇതൊക്കെ അവിടെയുള്ള അന്നുള്ള പട്ടണങ്ങളുടെ പേരാണ്. അങ്ങനെയുള്ള സ്ഥലത്തിലൊക്കെ ഉള്ളതായ ജനങ്ങൾക്ക് സുരക്ഷിതത്വത്തോടുകൂടി ജീവിക്കാം എന്ന് മാത്രമല്ല, നിങ്ങളുടെ സയ്യാറാത്തുകൾ അഥവാ നിങ്ങളുടെ യാത്രക്കാര് കപ്പലിലാവട്ടെ കരയിലാവട്ടെ സ്വാതന്ത്ര്യത്തോടുകൂടി ഇവിടെ പ്രവർത്തിക്കുകയും ഓടുകയും നടക്കുകയും ചെയ്യാം. അത് ഒരു പ്രയാസവുമില്ല. അത് അവരെല്ലാം അള്ളാഹുവിന്റെയും അള്ളാഹ് റസൂലിന്റെയും ദിമ്മത്തിൽ അമാനത്തിൽ ആണ്, ഞങ്ങളുടെ സുരക്ഷിതത്വത്തിലാണ്. നിങ്ങൾ അവർക്ക് അഗ്രിമെന്റ് നൽകുന്നു, എന്നിട്ട് അവരോട് ജിസിയ വാങ്ങുന്നു. അതിനും പുറമെ ഉഖൈദർ എന്ന് പറയുന്ന ദൗമത്തുൽ ജന്തലിലുള്ളതായ, അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ച രാജാവിന്റെ അടുക്കലേക്ക് 420 വ്യക്തി ഉൾക്കൊള്ളുന്നതായ ഒരു പട്ടാളത്തെ ഖാലിദിനോട് അവിടെ ചെന്നിട്ട് അദ്ദേഹത്തോടും, അപ്പോൾ ആ രാജാക്കന്മാർ അവിടെയുള്ള രാജാക്കന്മാരാണ്, അവിടെയുള്ളതായ അറബ്യൻ രാജാക്കന്മാർ ആരുടെ കീഴിലുള്ളവര്? റോമൻകാരുടെ കീഴിലുള്ളവർ. അവരോടെല്ലാം അഗ്രിമെന്റ് ഉണ്ടാക്കി അന്തരീക്ഷം ക്ലിയർ ആണ് എന്ന് വരുത്തി
അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമാകുന്ന വിശുദ്ധ പ്രസ്ഥാനത്തിന്റെ തറവാകാനുള്ളതായ ആ കളമൊരുക്കൽ ആ രൂപത്തിൽ ചെയ്തത് റോമൻകാരെ പോലോത്ത ഇസ്ലാമിനെ ഉന്മൂലനം ചെയ്യണമെന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുവരുന്ന പട്ടാളങ്ങൾക്കെല്ലാം പാഠം പഠിപ്പിച്ച് അവർക്കൊക്കെ ശരിക്ക് പേടിപ്പിച്ച് അവരെ റസൂലുള്ളാഹിന്റെ അല്ലെങ്കിൽ റസൂലുള്ളാഹിന്റെ പട്ടാളത്തിന്റെ കഴിവൊക്കെ അവർ മനസ്സിലാക്കി കൊടുത്ത ശേഷമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടുന്ന് വിടവാങ്ങിയത്. എന്നിട്ട് രണ്ട് മതം ഇവിടെ പാടില്ല എന്ന് വസിയത്തായിട്ട് പറയുകയും ചെയ്തു. അഥവാ രണ്ട് മതം ഭരിക്കുക പാടുള്ളതല്ല, രണ്ട് മതക്കാർ ജീവിക്കാൻ പാടുള്ളതല്ല എന്നല്ല, രണ്ട് മതക്കാർ ജീവിക്കാൻ പാടില്ല എന്ന പേരിൽ ആക്ഷേപിക്കുന്നത് ശരിയല്ല. ഇവിടെ മദീനയിൽ അമുസ്ലിങ്ങൾക്ക് പ്രവേശിക്കുന്നതുകൊണ്ട് ഇസ്ലാമിന്റെ നിയമത്തിൽ തെറ്റൊന്നുമില്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലഘട്ടത്തിന് ശേഷം പല കാലഘട്ടങ്ങളിലൊക്കെ ഇതര മതസ്ഥർ ഉമറിനെ കൊന്ന ആളെപ്പോലത്തെ ആൾക്കാരുണ്ടായപ്പോൾ അതിലൂടെ അപകടമില്ലാതിരിക്കാൻ വേണ്ടി ഭദ്രതയ്ക്ക് വേണ്ടി മാത്രം വിരോധിക്കുകയാണ് എന്നല്ലാതെ നിയമപരമായിട്ട് അങ്ങനെ വിരോധമൊന്നും മദീനയിലില്ല. അതുകൊണ്ട് ആ പേരും പറഞ്ഞിട്ട് ഏറ്റവും ചുരുങ്ങിയ 3 നാഴിക മാത്രമാണ് ഒരു ഭാഗത്തിൽ മക്കയിലുള്ളത്. ആ ഭാഗത്തിൽ ഇസ്ലാമിന്റെ നിയമം അനുസരിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്ന, അള്ളാഹുനെ മാത്രം ആരാധിക്കുന്ന, അള്ളാഹുനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്ന, അള്ളാഹ്ക്ക് മാത്രം നേർച്ചാക്കുന്ന അറക്കുന്ന വിഭാഗങ്ങൾക്ക് മാത്രമുള്ളതാണ് എന്നത് അവരുടെ ഭദ്രതയ്ക്ക് വേണ്ടി, അവർ ചെയ്യുന്ന ഇബാദത്തിന്റെ ഭദ്രതയ്ക്ക് വേണ്ടി, ആ ഇബാദത്തിന്റെ കേന്ദ്രീകരിക്കാൻ വേണ്ടി അവിടെ കെട്ടപ്പെട്ട കാബത്തിന്റെ ഭദ്രതയ്ക്ക് വേണ്ടി ഇസ്ലാം നൽകിയതായ ഒരു നിയമമാണ്. അത് അല്പം കിലോമീറ്റർ മാത്രമാണ് ആ സ്ഥലം. അതല്ലാത്ത സ്ഥലങ്ങളിലെല്ലാം ലോകത്തിലുള്ള ഏത് വിഭാഗക്കാർക്കും പ്രവേശിക്കുന്നതുകൊണ്ട് വിരോധമില്ല, തെറ്റില്ല. പക്ഷേ അപകടമുണ്ടാക്കരുത്. റസൂൽ മരിക്കുമ്പോൾ ഇവിടെ യഹൂദികൾ ജീവിച്ചിരിപ്പുണ്ട്. യഹൂദികൾ എന്നിട്ട് ആരോടാണ് റസൂൽ പോരാടിയത്? ഇസ്ലാമിനോട് പോരാടുന്ന, റസൂലിനോട് പോരാടുന്ന, റസൂലിനോട് ശത്രുത പുലർത്തുന്ന വിഭാഗത്തോട് മാത്രമാണ് പോരാടിയത്. അങ്ങനെ എല്ലാവർക്കും അനുഗ്രഹീത മനുഷ്യനായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചത്. അതുകൊണ്ടാണ് ജൂതന്മാർ വരെ റസൂലുമായിട്ട് ഇടപാടുകൾ നടത്താറുണ്ടായിരുന്നു. ജൂതന്മാർ വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വാക്ക് പാലിക്കണമെന്ന് മക്കളോട് കൽപ്പിക്കാറുണ്ടായിരുന്നു. അതൊക്കെ ബുഖാരി പൊഴിച്ചിരുന്ന ഹദീസിലൂടെ നമുക്ക് കേട്ട് പരിചയമുള്ളതാണ്. അതൊക്കെ നമുക്ക് പഠിപ്പിക്കുന്ന പാഠം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ആ പ്രത്യേകത, ആ മീസത്ത്, ആ മറ്റുള്ളവരിൽ നിന്നിട്ട് അതുല്യരായിട്ട് ജീവിക്കാനുള്ളതായ റസൂലുള്ളാഹിക്ക് അള്ളാഹു നൽകിയതായ കരുപ്പ്. വഇന്നക ലഅലാ ഖുലുഖിൻ അളീം, നിങ്ങൾ മഹാ സ്വഭാവത്തിന്റെ ഉടമയാണ് മുഹമ്മദേ എന്ന് മാത്രമല്ല, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, നിങ്ങളെ നിയോഗിച്ചത് ജനരാശിക്ക്, ആലമീങ്ങൾക്ക് ആസകലം നിങ്ങൾ അനുഗ്രഹീത വ്യക്തിത്വമാണ് റസൂലേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിശേഷിപ്പിച്ചുകൊണ്ടാണ് ഖുർആൻ സ്ഥിരീകരിച്ചതും സ്ഥാപിച്ചതും. അങ്ങനെയുള്ള ആ ബഹുമതിയും ബഹുമാനവും നൽകിയതൊക്കെ വായിച്ച് അതിനെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടായിരിക്കാം നിങ്ങളെ ഞാൻ കേൾപ്പിച്ചതായ വ്യക്തി പുസ്തകം എഴുതിയത്. സംശയമേ ഇല്ല. കാരണം അദ്ദേഹത്തിന്റെ വിശദീകരണത്തിൽ അങ്ങനെയാണ് നെറ്റിൽ വായിക്കാൻ സാധിച്ചത് എന്ന് മാത്രമല്ല, ആ പുസ്തകം നേരിട്ട് കണ്ട് വായിച്ചതായ ഇന്ത്യയിൽ നിന്നിട്ട് വന്ന ആ മന്ത്രി എന്നോട് പറഞ്ഞതും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് അതിൽ നിന്നിട്ട് നമുക്ക് പഠിക്കാനുള്ള പാഠം എന്താണ്? നമ്മുടെ നേതാവിനെ കുറിച്ച് ശത്രുക്കളും മിത്രങ്ങളും ഒരുപോലെ അംഗീകരിച്ചതായ യാഥാർത്ഥ്യമാണ്. അവര് അതുല്യ വ്യക്തിത്വമായിരുന്നു. അവര് ജനങ്ങളിൽ സമർപ്പിച്ചതായ ആ വിശാലമായ ഇസ്ലാമിന്റെ സഹിഷ്ണുതയും സമാധാനവും നല്ല സ്വഭാവവും നല്ല പെരുമാറ്റവും, അതിൽ ഭീകരതയില്ല, അതിൽ ക്രൂരതയില്ല, അതിൽ തശദ്ദുദില്ല, അതിൽ തനത്തുഇല്ല. ഈ അറബി ഭാഷയിൽ തന്നെ പദം കേൾക്കുമ്പോൾ അറിയാം അതിന്റെ അർത്ഥം. തനത്തു എന്താണ്? ഇസ്ലാം കൽപ്പിക്കാത്ത രൂപത്തിൽ മറ്റു പദത്തിനെ പിടിച്ച് കട്ടിയുള്ളതാക്കി മാറ്റുക. അങ്ങനെയുള്ളതായ വേണ്ടാത്തരമൊന്നും ചെയ്യുക എന്നത് മുസ്ലിങ്ങളിൽ പാടുള്ളതല്ല. വേണ്ടാത്തരം അത് ഇസ്ലാം അനുവദിച്ചതല്ല. തശദ്ദുദ് ഇസ്ലാം അനുവദിച്ചതല്ല. അതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വിശാലമായ വീക്ഷണത്തിലൂടെ നാം കണ്ടതായ ശൈലിയാണ്. റസൂലുള്ളാഹി വിരോധിച്ചത് അതുകൊണ്ടാണ്. തനത്തു പാടില്ല, തശദ്ദുദ് പാടില്ല. ലാ തഖുലു ഫീ ദീനിക്കും ഗൈറൽ ഹഖ്, അവകാശമില്ലാതെ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ദീനിൽ ഉലുവ് നടത്തരുത് എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി ആ രൂപത്തിൽ ഇവിടെ ഈ തത്വത്തെ, ഈ ആദർശത്തെ സ്ഥാപിക്കാൻ വേണ്ടി പാടുപെട്ടതായ അതുല്യ വ്യക്തിത്വമായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട്
ഖൗലൻ വഫിഅലൻ വഅമലൻ വഅതിഖാദാ, ഇത്തിബാഅ് നടത്താൻ, പിന്തുടർച്ച കൈക്കൊള്ളാൻ നമുക്കേവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അവരുടെ കയ്യിൽ നിന്നിട്ട് അള്ളാഹുവിന്റെ സാന്നിധ്യത്തിലേക്ക് എത്തുമ്പോൾ അവരുടെ കയ്യിൽ നിന്നിട്ട് കൗസർ കുടിക്കാനുള്ള ഭാഗ്യം അള്ളാഹു നൽകട്ടെ. അവരുടെ ഷഫാഅത്തിൽ നമുക്ക് അള്ളാഹുവിന്റെ സാന്നിധ്യത്തിലേക്ക് എത്തുമ്പോൾ ഷഫാഅത്തിൽ ഉൾക്കൊള്ളാനുള്ള ഭാഗ്യവും അള്ളാഹു നൽകുമാറാകട്ടെ. അവരുടെ ജീവിതം നമ്മുടെ ജീവിതമാക്കി മാറ്റാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും ജ്യേഷ്ഠാഞ്ജന്മാർക്കും ഭാര്യമാർക്കും ഭർത്താക്കന്മാർക്കും മക്കൾക്കും സന്താനങ്ങൾക്കും മുസ്ലിം യുവാക്കൾക്കും യുവതികൾക്കും മുസ്ലിം ലോകത്തിനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. മുസ്ലിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ കഷ്ടതയെ ലോകത്തിൽ നിന്നിട്ട് ആ സകലം അള്ളാഹു ദൂരപ്പെടുത്തട്ടെ. വിശിഷ്യ ഇന്ത്യൻ മുസ്ലിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ കഷ്ടതകളെയെല്ലാം അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ദൂരപ്പെടുത്താനുള്ളതായ ഈമാനിക ആവേശം തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകട്ടെ. ഇസ്ലാമിലേക്കും തൗഹീദിലേക്കും യഥാർത്ഥ ആദർശത്തിലേക്കും മടങ്ങി അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തി അള്ളാഹുവിന്റെ അനുഗ്രഹം ചൊരിയുന്ന രൂപത്തിൽ ജീവിക്കാൻ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ നാട്ടിലെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ നാട്ടിന്റെ നേതൃത്വങ്ങൾ അവർ ഇവിടെ ചെയ്യാറുള്ളത് പോലെ ഇസ്ലാമിക നിയമങ്ങൾ നടപ്പാക്കിയും കൊണ്ട് ഇതിനെ മുന്നോട്ട് തള്ളിക്കൊണ്ടുപോകാനുള്ളതായ എല്ലാ ചുറ്റുപാടുകളും അന്തരീക്ഷങ്ങളും അള്ളാഹു ഇവർക്ക് നൽകുമാറാകട്ടെ. അതിനോട് സഹകരിക്കാൻ മുസ്ലിം ലോക രാഷ്ട്രങ്ങൾക്കും നേതാക്കൾക്കും നമുക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. എന്നിട്ട് രോഗമുള്ളവരെ രോഗത്തെ അള്ളാഹു സുഖപ്പെടുത്തട്ടെ. മരണപ്പെട്ടവർക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. അവരുടെ ഖബറിൽ അള്ളാഹു സ്വർഗ്ഗത്തോപ്പാക്കി മാറ്റട്ടെ. അവരോടൊപ്പം നമ്മൾ അള്ളാഹു സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം വൽ മുസ്ലിമീൻ. ഷെയ്ഖ് അബ്ദുൽ സമദ് അൽ ഖാത്തിബിന്റെ ഭാര്യമാരിൽ നിന്നിട്ട് ഒരു വ്യക്തി മരിച്ചതായി നിങ്ങൾക്ക് വിവരം കിട്ടിക്കാണും. അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പുറത്തു കൊടുക്കുമാറാവട്ടെ. അവരോടൊപ്പം നമ്മയും അള്ളാഹു സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. അവരുടെ ഖബറിനെ അള്ളാഹു സ്വർഗ്ഗത്തോപ്പാക്കി മാറ്റട്ടെ. നിങ്ങൾ എന്നിട്ട് ഇണകളില്ലാത്തവർക്ക് സാലിഹ്യങ്ങളായ ഇണകൾ നൽകണ രക്ഷിതാവേ. സന്താനമുള്ളവർക്കും ഇല്ലാത്തവർക്കും സാലിഹ്യങ്ങളായ സന്താനങ്ങൾ നൽകണ രക്ഷിതാവേ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.